الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام عليك يا رسول رب العالمين الصلاة والسلام عليك يا رحمة للعالمين الصلاة والسلام عليك يا شفيع المذنبين أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين صدق الله العلي العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. ബഹുമാനാദരവുകൾ നിറഞ്ഞ പണ്ഡിത മഹത്തുക്കൾ, ഈ നാട്ടിലെ ദീനീ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന മഹല്ലു കാരണവന്മാർ, കരളിന്റെ കഷ്ണങ്ങളായ ഭാവിയുടെ പ്രതീക്ഷകളായ പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കൾ, ഏതു ആത്മീയ സംഗമങ്ങളെയും സാന്നിധ്യം കൊണ്ടുമല്ലാതെയും സഹായിക്കുകയും സഹകരിക്കുകയും വിജയിപ്പിക്കുകയും ചെയ്യുന്ന പ്രിയപ്പെട്ട ഉമ്മമാർ, സഹോദരിമാർ, അല്ലാഹുവിന്റെ അതിമഹത്തായ അനുഗ്രഹം കൊണ്ട് അവന്റെ മതം ചർച്ച ചെയ്യുന്ന ഒരാത്മീയ സംഗമത്തിൽ ഒരുമിച്ചുകൂടാൻ യജമാനനായ റബ്ബ് നമുക്ക് തൗഫീഖ് നൽകിയിരിക്കുകയാണ്. നല്ലത് പറയാനും നല്ലത് കേൾക്കാനും അതിലുപരിയായി അത് ജീവിതത്തിൽ പകർത്താനും അവസാനം നല്ലവർ മാത്രം ഒരുമിച്ച് കൂടുന്ന സുഖലോക സ്വർഗ്ഗത്തിൽ മാതാപിതാക്കൾ, ഗുരുജനങ്ങൾ, വേണ്ടപ്പെട്ടവർ, സ്നേഹിച്ചവർ, സഹായിച്ചവർ എല്ലാവരുടെയും കൂടെ നാളവന്റെ സുഖലോക സ്വർഗ്ഗത്തിൽ നരകം തൊടാതെ ഒരുമിച്ച് കൂടാൻ നാഥനായ റബ്ബ് നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ എന്ന് ആമുഖമായി ദുആ ചെയ്യുക. നാം എല്ലാവരും മനസ്സുകൊണ്ട് എപ്പോഴും ആഗ്രഹിക്കുകയും അല്ലാഹുവിനോട് ദുആ ചെയ്യുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആവശ്യമാണ് നമ്മുടെ നാട് നന്നാവണം, നമ്മുടെ തലമുറ നന്നാവണം. എല്ലാവരും അവരവരുടെ പ്രാർത്ഥനകളിൽ എല്ലാ സമയത്തും കൊണ്ടുവരുന്നതാണ്, അല്ലെങ്കിൽ ആശങ്ക പങ്കുവെക്കുമ്പോൾ എപ്പോഴും നമ്മൾ പങ്കുവെക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആശങ്കയാണ്, അല്ലാഹ് എന്താണ് നമ്മുടെ നാട് ഇങ്ങനെ ആയിപ്പോയത്, അല്ലെങ്കിൽ നമ്മുടെ മക്കൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ആയിപ്പോകുന്നത്. ഇത് എല്ലാ സമയത്തും നമ്മൾ പ്രാർത്ഥനകളിലും സംസാരങ്ങളിലുമൊക്കെ
വലിയ ആശങ്കയോടെ പേടിയോടെ പങ്കുവെക്കുന്ന വിഷയമാണ്. എന്നാൽ നമ്മുടെ നാട് നന്നാവണമെങ്കിൽ, നമ്മുടെ മക്കൾ നന്നാവണമെങ്കിൽ എന്തു വേണം? എല്ലാ സമയങ്ങളിലും ഉപദേശിച്ചതുകൊണ്ട് മക്കൾ നന്നാകുമോ? എല്ലാ സമയങ്ങളിലും ഉപദേശം കൊടുത്താൽ നാട്ടുകാർ നന്നാകുമോ? മഹാന്മാർ ഓർമ്മപ്പെടുത്തിയതുപോലെ 1000 ആളുകൾ ഉപദേശിച്ചാൽ ചിലപ്പോൾ ഒരാൾ നന്നായിക്കൊള്ളണമെന്നില്ല. പക്ഷേ നന്നാവാനുള്ള ഏറ്റവും നല്ല വഴി ഏതാണ്? നമ്മുടെ ജീവിതം കൊണ്ട് മറ്റുള്ളവർക്ക് ദർശനമാകലാണ്. എന്നെ കണ്ടാൽ ഞാനൊരു റോൾ മോഡലാവലാണ്. എന്നെ കണ്ടുകൊണ്ട് എന്റെ ജീവിതം കണ്ട് മറ്റുള്ളവർ എന്റെ ജീവിതത്തെ ഇമിറ്റേറ്റ് ചെയ്യലാണ്. 1000 ആളുകൾ ഉപദേശിക്കുന്നതിനേക്കാൾ നല്ലത് ഒരാൾ നന്നായാൽ അയാളുടെ ജീവിതം ദർശിച്ചാൽ ആ ജീവിതത്തിൽ നിന്ന് മറ്റുള്ളവരിലേക്ക് നന്മ പകരാൻ കഴിയും. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, എന്നാൽ നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിതം ഇങ്ങനെ എടുത്തു പരിശോധിച്ചാൽ നമ്മുടെ മക്കൾക്ക് നമ്മളിൽ നിന്ന് എന്താണ് കണ്ടു പഠിക്കാനുള്ളത്? നമ്മിൽ നിന്ന് നമ്മുടെ തലമുറയിലേക്ക് എന്താണ് കൈമാറാനുള്ളത്? എന്നാൽ നമ്മൾ ഇവിടെ പഠന വിഷയമാകുന്ന ഹബീബ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തിയതുപോലെ ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. ഹബീബായ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നമുക്ക് ഏറ്റവും നല്ല മാതൃകയുണ്ടെന്നാണ് വിശുദ്ധ ഖുർആൻ നമ്മോട് ഓർമ്മപ്പെടുത്തുന്നത്. ഏതൊക്കെ വിഷയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നമുക്ക് മാതൃകയുണ്ട്? നമ്മൾ എങ്ങനെയാണ് ഒരു നല്ല മനുഷ്യനാകേണ്ടത്? അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ നിന്ന് കണ്ടു പഠിക്കാനുണ്ട്. ഞാൻ എങ്ങനെയാണ് ഒരു നല്ല രക്ഷിതാവാകേണ്ടത്? അവിടെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്നും പാഠമുണ്ട്. ഞാൻ എങ്ങനെയാണ് ഒരു നല്ല ഭർത്താവാകേണ്ടത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്നും പാഠം ഉൾക്കൊള്ളാനുണ്ട്. ഞാൻ എങ്ങനെയാണ് ഒരു നല്ല ഭരണാധികാരിയാവേണ്ടത്? അവിടെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് എല്ലാവർക്കും പാഠം ഉൾക്കൊള്ളാനുണ്ട്. ഒരു അധ്യാപകൻ എങ്ങനെയാവണം? ഒരു ശിഷ്യൻ എങ്ങനെയാവണം? ഒരു കുടുംബനാഥൻ എങ്ങനെയാവണം? ഒരു അയൽവാസി എങ്ങനെയാവണം? ഇങ്ങനെ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഏതെല്ലാം തുറകളിലൂടെ നമ്മൾ കടന്നു പോകുന്നുണ്ടോ അവിടെ മുഴുവനും ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ വ്യക്തമായ മാതൃക നമുക്ക് കാണാം. ഓ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നോക്കൂ നിങ്ങൾ, ഹബീബായ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടത്തെ ജീവിതത്തിൽ അങ്ങനെ അങ്ങ് പകർത്താൻ തുടങ്ങിയപ്പോൾ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം പകർത്താൻ തുടങ്ങിയപ്പോൾ അതേ മുത്തബിഉസ് സുന്ന എന്ന മഹാനവറുകൾക്ക് നാമകരണം ലഭിക്കുമ്പോൾ എങ്ങനെയാണ് ജീവിതത്തെ പകർത്തിയത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എങ്ങനെയാണ് നടക്കുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എങ്ങനെയാണ് ഇരിക്കുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എങ്ങനെയാണ് ഭക്ഷണം കഴിക്കുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എങ്ങനെയാണ് കുടുംബത്തെ പരിപാലിക്കുന്നത്? ഇന്നത് എടുക്കാൻ മറ്റൊന്ന് എടുക്കാൻ കഴിയില്ല. ഇങ്ങനെ ഒന്ന് ഒഴിവാക്കേണ്ടതും മറ്റൊന്ന് സ്വീകരിക്കേണ്ടതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിൽ നമുക്ക് കാണാൻ കഴിയില്ല. അതുകൊണ്ടല്ലേ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു നടന്നു പോകുമ്പോൾ അതാ സ്വഹാബത്ത് തന്റെ കൂട്ടുകാരോടൊപ്പം നടന്നു പോകുമ്പോൾ
ചിലയിടങ്ങളിൽ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു മൂത്രമൊഴിക്കാൻ ഇറങ്ങുന്നുണ്ട്, ചിലയിടങ്ങളിൽ വിശ്രമിക്കാൻ ഇരിക്കുന്നുണ്ട്, ചിലയിടങ്ങളിൽ ഇങ്ങനെ കുനിഞ്ഞുകൊണ്ടാ നടന്നു പോകുന്നത്. എന്തേ ഇബ്നു ഉമർ തങ്ങളെ, ഇവിടെ കുനിയാനൊന്നുമില്ലല്ലോ, ഇവിടെ തലയിൽ തട്ടാൻ തടസ്സങ്ങളൊന്നുമില്ലല്ലോ, പിന്നെന്തിനാ കുനിയുന്നത്? ഇവിടെ എന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കുനിഞ്ഞിട്ടാണ് നടന്നുപോയത്. അന്നിവിടെ ഒരു മരച്ചില്ലയുണ്ടായിരുന്നു. അതുകൊണ്ട് ആ മരച്ചില്ലയുള്ള കാരണത്താൽ അവിടുന്ന് കുനിഞ്ഞാണ് അവിടുന്ന് നടന്നുപോയത്. പക്ഷേ എന്ന് മരച്ചില്ല ഇല്ലെങ്കിലും എനിക്ക് കുനിഞ്ഞുകൊണ്ടാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നടന്നത്. അതുകൊണ്ട് ഞാനും അങ്ങനെ തന്നെ ജീവിതത്തിന്റെ നിഖില മേഖലകളിലും എല്ലായിടങ്ങളിലും നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പിന്തുടരാനുണ്ട്. ഓ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, എന്നാൽ നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ എന്തു പറയാനുണ്ട്? നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ ജീവിതത്തിൽ നമുക്ക് കാണിച്ചു തന്നതുപോലെ നമ്മുടെ സന്താന പരമ്പരയിൽ നമുക്ക് വല്ലതും പറയാനുണ്ടോ? ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലേക്ക് ഒരിക്കലതാ ഒരു പിതാവ് കടന്നു വരികയാണ്. എന്നിട്ട് അവിടുന്ന് പറഞ്ഞു, ഉമർ തങ്ങളെ, എന്റെ മകൻ എന്നെ അനുസരിക്കുന്നില്ല, എന്റെ മകൻ എന്നെ അനുസരണം കേട് കാണിക്കുകയാണ്, ഞാൻ പറയുന്നതൊന്നും എന്റെ മകൻ അനുസരിക്കുന്നില്ല. ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആ മകനെയും പിതാവിനെയും അടുത്തേക്ക് വിളിക്കുകയാണ്. എന്നിട്ട് മകനോട് ചോദിക്കുന്നു, അല്ലയോ മോനെ, നീ അല്ലേ നിന്റെ പിതാവിനെ അനുസരിക്കാത്തത്? എന്തുകൊണ്ടാ നീ നിന്റെ മകനോട്, നിന്റെ പ്രിയപ്പെട്ട ഉപ്പയോട് അനുസരണം കേട് കാണിക്കുന്നത്? ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ആ ചെറുപ്പക്കാരന്റെ തിരിച്ചുള്ള ചോദ്യം, അല്ലയോ ഓ പ്രിയപ്പെട്ട അമീറുൽ മുഅ്മിനീൻ, വാപ്പയോട് മക്കൾക്ക് കടമയുള്ളതുപോലെ മക്കളോട് വാപ്പമാർക്ക് വല്ല കടമയുമുണ്ടോ? ഞാൻ അനുസരിക്കുന്നില്ലെന്നല്ലേ വാപ്പ എന്നെ കുറിച്ച് പരാതി പറയുന്നത്? എന്നാൽ എനിക്ക് വാപ്പയോട് കടമയും കടപ്പാടും ഉള്ളതുപോലെ എന്നോട് വല്ല കടമയും കടപ്പാടും എന്റെ വാപ്പ തീർക്കാനുണ്ടോ? ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഉണ്ടോ മോനെ, വാപ്പക്ക് മാത്രമേ, മകനു മാത്രമല്ല, വാപ്പക്കും ചില കടപ്പാടുകളുണ്ട്. ഉടനെ മകന്റെ ചോദ്യം, അല്ലയോ രാജാവേ, അമീറുൽ മുഅ്മിനീൻ, എന്റെ വാപ്പ എന്നോട് ചെയ്യേണ്ട കടമകൾ ഏതൊക്കെയാണ്? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുക്കുകയാണ്, ഒന്നാമതായി മക്കളോട് വാപ്പ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കടമ ഏറ്റവും നല്ല ദീനിയായ അല്ലാഹുവിന്റെ ദീനിൽ വിശ്വസിക്കുകയും കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്യുന്ന ഒരു തഖ്വയുള്ള ഭാര്യയെ സ്വീകരിക്കലാണ്. അഥവാ അവന്റെ ഉമ്മയെ നന്നാക്കലാണ്. വിവാഹം കഴിക്കുമ്പോൾ സമ്പത്തിന്റെ പിറകിൽ പോവലല്ല, സൗന്ദര്യത്തിന്റെ പിറകിൽ പോവലല്ല, തറവാടിത്വത്തിന്റെ പിറകിൽ പോവലല്ല, ഏറ്റവും നല്ല ദീനുള്ള പെണ്ണിനെ കല്യാണം കഴിക്കുക എന്നത് അവന് ജനിക്കാനുള്ള കുട്ടികളോട് കാണിക്കേണ്ട ഏറ്റവും വലിയ ഉത്തരവാദിത്തമാണെന്ന് ബഹുമാനപ്പെട്ട സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മറുപടിയാണ്. ഇനിയോ രണ്ടാമത്തെ കടമ എന്താണ്? ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മറുപടി, ആ കുഞ്ഞിന് നല്ലൊരു പേര് വെച്ചു കൊടുക്കലാണ്. കുട്ടികളോട് ചെയ്യേണ്ട രണ്ടാമത്തെ കടമേതാണ്? നീ നിന്റെ കുട്ടി ജനിച്ചാൽ വാപ്പയുടെയും ഉമ്മയുടെയും പേരിനോട് യോജിക്കണം എന്നല്ല, എവിടെയും കേൾക്കാത്ത പേരിടണം എന്നല്ല, ആരും ഇതുവരെ കണ്ടിട്ടില്ലാത്തൊരു പേര് വിളിക്കണം എന്നല്ല, അവന്റെ പാസ്പോർട്ടിൽ ഗൾഫിൽ പോകുമ്പോ പ്രശ്നമാവരുത്, എന്നാ പിന്നെ മുഹമ്മദും അബ്ദുള്ളയും അബൂബക്കറും ഒന്നും വേണ്ട, അതൊക്കെ പാസ്പോർട്ടിന്റെ പ്രശ്നമാണെന്ന് ചിന്തിക്കുന്ന കാലമല്ല. ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയാണ്, ഒരു കുട്ടിയോട് മാതാപിതാക്കൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട രണ്ടാമത്തെ കടമ അവന് നല്ലൊരു
പേര് കൊടുക്കലാണ്. മൂന്നാമതായി ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയാണ്, മൂന്നാമത്തെ കടമ എന്താണെന്നറിയുമോ? അവർ നല്ല വിജ്ഞാനം പകർന്നു കൊടുക്കലാണ്. സുബ്ഹാനല്ലാഹ്. അപ്പോഴാണ് ആ കുട്ടിയുടെ മറുപടി, എന്നാൽ അമീറുൽ മുഅ്മിനീൻ, ഞാൻ എന്റെ വാപ്പയെ അനുസരിക്കുന്നില്ലെന്ന് എന്നോട് കുറ്റം പറഞ്ഞില്ലേ? എന്നെ കുറിച്ച് എന്റെ വാപ്പ പരാതി പറഞ്ഞില്ലേ അമീറുൽ മുഅ്മിനീൻ? എന്നാൽ ഇപ്പറഞ്ഞ 3 കാര്യങ്ങളും എന്റെ വാപ്പ എനിക്ക് വേണ്ടി ചെയ്തു തന്നിട്ടില്ല. എന്റെ വാപ്പ വിവാഹം കഴിച്ചതൊരു മജൂസിയായ പെണ്ണിനെയാണ്. സൗന്ദര്യത്തിന്റെ പിറകിൽ പോയി എന്റെ വാപ്പ വിവാഹം കഴിച്ചത് തീ ആരാധിക്കുന്നൊരു പെണ്ണിനെയാണ്, ഒരു കുടുംബത്തിൽ നിന്നാണ്. എനിക്ക് നല്ലൊരു പേരിടുന്നതിനു പകരം ഏറ്റവും മോഡേണായ ഒരു പേരാണ് എനിക്ക് വേണ്ടി കണ്ടുപിടിച്ചത്. മാത്രമല്ല, എനിക്ക് അല്ലാഹുവിന്റെ ദീനിനെ കുറിച്ചൊരു വിവരവും പറഞ്ഞു തന്നിട്ടില്ല. ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് ഈ പ്രിയപ്പെട്ട കുട്ടിയുടെ മറുപടി കേട്ടപ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇതേ അവസ്ഥ നാളെ പാരത്രിക ലോകത്ത് വരുമ്പോൾ രാജാവായ റബ്ബിന്റെ മുമ്പിലേക്ക് നമ്മളെല്ലാവരും എത്തിപ്പെടുമല്ലോ. അതേ ഉമ്മയും വാപ്പയും എത്തുന്ന സമയമുണ്ടല്ലോ. മരിച്ചു നമ്മൾ മഹ്ശറയിലേക്ക് വന്നാൽ നമ്മൾ പള്ളി കമ്മിറ്റിയിലെ മെമ്പറാണ്, ഉസ്താദുമാർക്ക് ഭക്ഷണം കൊടുക്കുന്നവരാണ്. അതേ നമ്മൾ എല്ലാ നല്ല കാര്യങ്ങളിലും മുൻപന്തിയിലാണ്. ഹിജാബിടാതെ പുറത്തിറങ്ങാത്തവരാണ്. അതേ നബിദിനത്തിന് അധ്വാനിക്കുന്നവരാണ്. അതേ സുബഹിക്ക് പള്ളിയിൽ വരുന്നവരാണ്. ഇങ്ങനെ സൽക്കർമ്മങ്ങളെല്ലാം ഉണ്ടെന്ന പ്രതീക്ഷയോടെ നാളെ രാജാവായ റബ്ബിന്റെ മുമ്പിലേക്ക് വരുമ്പോൾ വളരെ പ്രതീക്ഷയോടെ നമ്മൾ ഇങ്ങനെ കാത്തു നിൽക്കുമ്പോ യജമാനനായ റബ്ബിന്റെ മുമ്പിലേക്ക് നമ്മളെ പ്രിയപ്പെട്ട മക്കൾ വരുമെന്ന രംഗം വിശുദ്ധ ഖുർആനല്ലേ വിശദീകരിക്കുന്നില്ലേ? ഹദീസായത്തിനെ വിശദീകരിച്ചുകൊണ്ട് വിശാലമായി സംസാരിക്കുന്നില്ലേ? നാളെ അല്ലാഹുവിന്റെ മുമ്പിലേക്ക് നമ്മുടെ സ്വന്തം മക്കൾ വരികയാണ്. എന്നിട്ട് പറയുന്നു, അല്ലാഹ്, എന്റെ വാപ്പ സ്വർഗത്തിലേക്ക് പോവുകയാണല്ലേ, എന്റെ ഉമ്മ സ്വർഗത്തിലേക്ക് പോവുകയാണല്ലേ. എന്നാൽ അവരെ സ്വർഗത്തിലേക്ക് യാത്രയാക്കുന്നതിന് മുൻപ് നമ്മുടെ പ്രിയപ്പെട്ട മക്കളവിടെന്ന് പറയുന്ന വാചകം, അല്ലാഹ്, ഞാൻ തെറ്റിലേക്ക് പോകുമ്പോൾ, ഞാൻ തിന്മയിലേക്ക് പോകുമ്പോൾ, ഞാൻ നിസ്കാരം കാക്കുമ്പോൾ, അങ്ങനെ വേണ്ടാത്തരങ്ങളിൽ എന്റെ ജീവിതം ഞാൻ കൊണ്ടുപോയി നിക്ഷേപിക്കുമ്പോൾ എന്റെ വാപ്പ എന്നെ ഉപദേശിച്ചില്ല, എന്റെ ഉമ്മ എന്നെ ഉപദേശിച്ചില്ല. ഞാൻ നരകത്തിലേക്ക് പോകുമ്പോൾ എന്റെ വാപ്പയെയും എന്റെ ഉമ്മയെയും എന്റെ കൂടെ ഒന്ന് വിട്ടുതരുമോ? അവരെ ഒരാൾക്ക് മുകളിൽ മറ്റൊരാളെ അട്ടിക്ക് വെച്ച് അവരെ നെഞ്ചത്ത് ഞാനൊന്ന് കയറിയിരുന്നിട്ട് ഒന്ന് സമാധാനം കൊള്ളട്ടെയോ? നരകത്തിലേക്ക് നമ്മളെ കൈപിടിച്ചു കൊണ്ടുപോകുന്ന മക്കളാകുമെന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്നു. ഞാൻ പറഞ്ഞു വന്നത്, ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ നമ്മുടെ മക്കളോട് നമുക്ക് ചില കടമകളുണ്ട്, കടപ്പാടുകളുണ്ട്. ആ കടമയും കടപ്പാടും നമ്മൾ നിർവഹിച്ചിട്ടില്ല എങ്കിൽ രാജാവായ റബ്ബിന്റെ മുമ്പിലേക്ക് എത്തുമ്പോൾ നമ്മൾ പെട്ടുപോകുമെന്ന വിഷയത്തിൽ തർക്കമേ ഇല്ല. ഞാൻ പറഞ്ഞു വരുന്നത്, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്നതാ നമ്മുടെ ജീവിതത്തിൽ എല്ലാ തുറയിലും നമുക്ക് മാതൃക കാണിച്ചു തരുന്നുണ്ട്. നമ്മളെ കുറിച്ച്, നമ്മുടെ സ്വഭാവ ഗുണത്തെ കുറിച്ച് ആരാണ് സർട്ടിഫിക്കറ്റ് ചെയ്യേണ്ടത്? ആരാണ് നമ്മളെ കുറിച്ച് പുകഴ്ത്തി പറയേണ്ടത്? ഞാൻ നല്ലവനാണെന്ന് പറയേണ്ടത് ആരാണ്?
ഏറ്റവും പ്രധാനമായി എന്റെ ഭാര്യയല്ലേ എനിക്ക് സർട്ടിഫിക്കറ്റ് തരേണ്ടത്. എന്നാൽ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് ആ പ്രകാശഗിരിയിൽ നിന്ന് ജബലുന്നൂർ പർവ്വതത്തിൽ നിന്ന് പ്രബോധനത്തിന്റെ ഉത്തരവാദിത്തവുമായി കടന്നു വരുമ്പോൾ പ്രിയപ്പെട്ട ഖദീജ റളിയല്ലാഹു അൻഹയുടെ സവിധത്തിലേക്കാണ് ഓടി വരുന്നത്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, സബ്ബിലൂനി ഖദീജ, എന്നെ ഒന്ന് പുതപ്പിട്ട് മൂടിത്തരുമോ? ഒരു ദാമ്പത്യ ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചില രംഗങ്ങളാണ് അവിടെ അടയാളപ്പെടുത്തുന്നത്. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദിവസങ്ങളോളം മലയുടെ മുകളിൽ ഗുഹയിൽ തനിച്ചിരുന്നാ വരുന്നത്. ഖദീജ റളിയല്ലാഹു അൻഹ എന്ന പ്രായം ചെന്ന 65 വയസ്സുള്ള പ്രിയപ്പെട്ട ഭാര്യ ആ മലയുടെ മുകളിലേക്ക് വേച്ചു കയറി ചെന്ന് പ്രിയപ്പെട്ട ഭർത്താവിന് ഭക്ഷണം എത്തിച്ചു കൊടുത്ത ഖദീജ റളിയല്ലാഹു അൻഹയുടെ മുമ്പിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നിട്ട് പറയുകയാണ്, സബ്ബിലൂനി ഖദീജ, എന്നെ ഒന്ന് പുതപ്പിട്ട് തരുമോ? ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പ്രിയപ്പെട്ട ഭാര്യ ഖദീജ റളിയല്ലാഹു അൻഹയുടെ വർത്തമാനം കിതാബുകളിൽ രേഖപ്പെടുത്തി വെക്കുന്നതായി കാണാം. ഓ പ്രിയപ്പെട്ട ഭർത്താവേ, അന്ന് നബിയായിട്ടില്ല, പ്രബോധനത്തിന്റെ ഉത്തരവാദിത്തം ലഭിക്കുന്നേ ഉള്ളൂ. അപ്പോഴാണ് ഖദീജ റളിയല്ലാഹു അൻഹ പറയുന്നത്, ലാ യുസീകല്ലാഹു അബദാ. പ്രിയപ്പെട്ട ഭർത്താവേ, അങ്ങ് ഭയപ്പെടേണ്ട, അങ്ങ് മുഷിപ്പാകേണ്ടതില്ല, സങ്കടപ്പെടേണ്ടതില്ല. അങ്ങേ അല്ലാഹു കൈവടിയൂല. എന്തേ കാരണം? അങ്ങ് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് പ്രിയപ്പെട്ട ഭാര്യ പറയുകയാണ്, ഇന്നക ലതസിലുർ റഹിമാ. ഒരു നേതാവ് എങ്ങനെയാണ് അടികൾക്ക് ഏറ്റവും വലിയ റോൾ മോഡലാകുന്നത്? പ്രിയപ്പെട്ട ഭർത്താവിനോട് ഭാര്യയുടെ ഏറ്റവും നല്ല സംസാരം നോക്കൂ നിങ്ങൾ. ഓ പ്രിയപ്പെട്ട ഭർത്താവേ, നിങ്ങൾ അല്ലാഹു കൈവടിയൂല. എന്തേ കാരണം? നിങ്ങൾ കുടുംബബന്ധം മുറിച്ചവരെ കൂട്ടിച്ചേർക്കുന്നവരല്ലേ നബിയേ. അങ്ങനത്തെ എങ്ങനെയാണ് അല്ലാഹു തആല കൈവടിയുന്നത്? ഇവിടെ നമ്മൾ നമ്മുടെ മക്കൾക്ക് റോൾ മോഡലാകേണ്ടതുണ്ട്. ആരോടും പിണങ്ങാത്തൊരു ഉമ്മയും വാപ്പയും സ്വന്തം സഹോദരിമാരുടെ വീട്ടിലേക്ക് വരുമ്പോൾ അവരെ ഊഷ്മളമായി സ്വീകരിക്കുന്ന ഒരു പാപ്പ, അതേ സ്വന്തം ഭർത്താവിന്റെ സഹോദരിമാര് വീട്ടിലേക്ക് വരുമ്പോൾ അവരെ സ്നേഹത്തോടുകൂടി സ്വീകരിക്കുന്ന ഒരു ഉമ്മ. പ്രിയപ്പെട്ട മക്കൾക്ക് റോൾ മോഡലാകേണ്ടത് അവിടെയാണ്. വീട്ടിൽ നിന്ന് ഒരാളെപ്പോ ഏതു സമയം വന്നാലും ഭർത്താവിനെ കുറ്റപ്പെടുത്താത്തൊരു ഭാര്യ, അതല്ലേ ഖദീജ റളിയല്ലാഹു അൻഹ കാട്ടിൽ ഒരുമി തനിച്ചിരുന്നു കൊണ്ട് ഗുഹയിൽ ഒറ്റയ്ക്കിരുന്നിട്ടാ വരുന്നത്. അപ്പോഴും പറയുന്ന വചനം നോക്കൂ നിങ്ങൾ പേടിക്കണ്ട, നിങ്ങൾ അല്ലാഹു കൈവടിയൂല, നിങ്ങൾ അല്ലാഹു തആല കൈവടിയൂല. കാരണം നിങ്ങൾ പാവപ്പെട്ടവരെ ഏറ്റെടുക്കുന്നവരാണ്. രണ്ടാമത്തെ ക്വാളിറ്റിയാണ് പറയുന്നത്, ഏതൊരാൾ സഹായം തേടി വന്നാലും എപ്പം നോക്കിയാലും ഇവിടെ പിരിവന്നെ നല്ല, എപ്പം നോക്കിയാലും ഇവിടെ പെട്ടി ബോക്സ് തന്നെയാണെന്നല്ല, ഇവർക്കൊക്കെ വേറെ പണിക്ക് പോയിക്കൂടെ എന്നല്ല. പ്രിയപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് പ്രിയപ്പെട്ട ഭാര്യക്ക് പറയാനുള്ള ഏറ്റവും നല്ല സ്വഭാവ ഗുണം, ഓ പ്രിയപ്പെട്ട ഭർത്താവേ, വതഹ്മിലുൽ കല്ലാ. നിങ്ങളെ ഏറ്റവും നന്നായി അശരണരെ ഏറ്റെടുക്കുന്നവരല്ലേ ഭർത്താവേ, പിന്നെ നിങ്ങളെ അല്ലാഹു കൈവടിയുമോ? ഒരു നേതാവ് എങ്ങനെയാണ് റോൾ മോഡലാകുന്നത്? കുടുംബക്കാർക്കിടയിൽ ആർക്കിടയിലും പിണക്കമില്ലാത്തൊരു നേതാവ്. ആര് സഹായം തേടി വന്നാലും ഒരാളോട് പോലും നോ എന്ന് പറയാത്ത നേതാവ്
ഭർത്താവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏറ്റവും നന്നായി നമ്മുടെ ഇടയിൽ റോൾ മോഡലായി മാറുകയാണ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മളെ കുടുംബത്തിനിടയിൽ നമ്മളൊരു റോൾ മോഡലാണോ എന്ന് നമ്മൾ ആലോചിക്കണം. നമ്മളെ കുറിച്ച് നമ്മുടെ ഭർത്താവിന് നമ്മളെ ഭാര്യയ്ക്ക് എന്തു പറയാനുണ്ടെന്ന് വിചാരപ്പെടണം. എപ്പോഴും നമ്മുടെ ആലോചനയിൽ അങ്ങനെ ഉണ്ടാകണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏറ്റവും നല്ലൊരു കുടുംബനാഥനാണ്. നിങ്ങൾ ഈ ദാമ്പത്യ ജീവിതത്തെ നമ്മൾ ഇങ്ങനെ അടയാളപ്പെടുത്തുമ്പോൾ എങ്ങനെയാണ് ഒരു ദാമ്പത്യ ജീവിതം ഉണ്ടാവേണ്ടത്? വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തിയില്ലേ? ലിബാസുൽ ലക്കും വ ലിബാസുൽ ലഹുന്ന. എങ്ങനെയാണ് ഒരു ഭാര്യയും ഭർത്താവുമാകേണ്ടത്? പരസ്പരം വസ്ത്രമാകണമെന്നാണ് ഖുർആൻ ഉപമപ്പെടുത്തുന്നത്. രണ്ടുപേരും പരസ്പരം വസ്ത്രമാകണം. എങ്ങനെയാണ് വസ്ത്രം എന്നതിനോട് മഹാന്മാർ അതിനെ വിശദീകരിക്കുന്നതായി കാണാം. എന്തിനാണ് നമ്മൾ വസ്ത്രം ധരിക്കുന്നത്? പ്രധാനമായും 3 ലക്ഷ്യങ്ങളാണ് വസ്ത്രം ധരിക്കുന്നതിനുള്ളത്. ഏറ്റവും പ്രധാനമായി നമ്മുടെ ശരീരത്തിലെ ന്യൂനതകളെ മറച്ചു വെക്കുക എന്നത് ഒരു ഉപകാരമാണ്. മറ്റൊരു ഉപകാരമോ ചൂടിലും തണുപ്പിലും നമ്മുടെ ശരീരത്തെ സംരക്ഷിക്കലായി. വസ്ത്രം കൊണ്ടുള്ള പ്രധാനപ്പെട്ട ഉപകാരം എന്താണ്? ചൂടിലും തണുപ്പിലും നമ്മുടെ ശരീരത്തെ സംരക്ഷിക്കലാണ്. ഇതെന്തിനാണ് വസ്ത്രത്തിൽ ജീവിതത്തോട് ഉപമപ്പെടുത്തിയത്? ജീവിതം മനുഷ്യന് പ്രയാസങ്ങൾ വന്നേക്കാം, പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം, സങ്കടങ്ങളും സന്തോഷങ്ങളും ഉണ്ടായേക്കാം. ഈ 2 ഘട്ടങ്ങളിലും ഭാര്യയും ഭർത്താവും തമ്മിൽ അവർ പരസ്പരം പ്രയാസമുള്ളപ്പോൾ സമാധാനപ്പെടുത്തുന്നവരാകണം. സന്തോഷമുള്ളപ്പോൾ ആ സന്തോഷത്തിൽ കൂടിയാടുന്നവരാകണം. ഇതൊരു ഭാര്യ ഭർത്താക്കന്മാരെ ജീവിതത്തിൽ ഉണ്ടാവേണ്ട പ്രധാനപ്പെട്ട ഒരു സ്വഭാവ ഗുണമാണെന്നാണ് ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നത്. ഓ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അതിനുള്ള ഏറ്റവും നല്ല സാഹചര്യമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഖദീജ റളിയല്ലാഹു അൻഹ കാണിച്ചു കൊടുക്കുന്നത്. ഏതേ പ്രതിസന്ധിയുടെ ഘട്ടത്തിൽ തന്റെ അടുത്തേക്ക് വരുമ്പോൾ ഭാര്യ പറയുന്നു, നിങ്ങൾ പേടിക്കണ്ട, മുഷിപ്പാവണ്ട. പ്രിയപ്പെട്ട ഭാര്യമാരോ പ്രിയപ്പെട്ട ഭർത്താക്കന്മാര്, നമ്മളെ ജീവിതത്തിലും ഇതൊരു ഏറ്റവും വലിയ റോൾ മോഡലാകണം. പ്രിയപ്പെട്ട ഭർത്താവ് ഒരു നഷ്ടം സംഭവിച്ചു നമ്മുടെ സവിധത്തിലേക്ക് വന്നാൽ അവരെ സമാശ്വാസത്തിന്റെ വാക്കു പറഞ്ഞ് അവർക്ക് സമാധാനം കൊടുക്കേണ്ടത് ഭാര്യയാണ്. അവരെ സാന്ത്വനപ്പെടുത്തേണ്ടത് ഭാര്യയാണ്. അവർക്ക് മനസ്സിന് സമാധാനം നൽകേണ്ടത് ഭാര്യമാരാണ്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദാമ്പത്യ ജീവിതത്തിൽ നിന്നുള്ളൊരു പാഠമാണ്. ഇനി രണ്ടാമത്തെ പാഠം എന്താണ്? ശരീരത്തിലുള്ള എല്ലാ ന്യൂനതകളെയും മറച്ചു വെക്കുക എന്നതാണ്. ഇതുപോലെ തന്നെ ഭാര്യയും ഭർത്താവും ജീവിതത്തിൽ പരസ്പരം പല ന്യൂനതകളും ഉണ്ടാവാം. ചില പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ, പ്രശ്നങ്ങൾ ഉണ്ടാവാം. അത് സ്വാഭാവികമാണ്. പക്ഷേ അതിനെ മറച്ചു വെക്കുക എന്നത് ഭാര്യയുടെ പേരിലും നിർബന്ധമാണ്, ഭർത്താവിന്റെ പേരിലും നിർബന്ധമാണ്. നോക്കൂ നിങ്ങൾ, ബഹുമാനപ്പെട്ട ഫാത്തിമ റളിയല്ലാഹു അൻഹ വഫാത്താവാൻ കിടക്കുമ്പോൾ തന്റെ ജീവിതത്തിന്റെ അവസാന നിമിഷത്തിലേക്ക് നീങ്ങിയപ്പോൾ ബഹുമാനപ്പെട്ട അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപ്പെട്ട മകൾ ഫാത്തിമ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, ഓ പ്രിയപ്പെട്ട അലിയാരു തങ്ങളെ, എനിക്ക് മാപ്പ് തരുമോ? സ്വർഗ്ഗത്തിലെ രാജ്ഞിയായ ഫാത്തിമ റളിയല്ലാഹു അൻഹ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുകയാണ്, എനിക്ക് മാപ്പ് തരുമോ അലിയേ? അലിയാര് തങ്ങളെ മറുചോദ്യം, ഓ പ്രിയപ്പെട്ട ഫാത്തിമ, ഞാനല്ലേ നിന്നോട് മാപ്പപേക്ഷിക്കേണ്ടത്? ഒരു നേരം പോലും വയറു നിറച്ചു ഭക്ഷണം തരാൻ എന്നെ കൊണ്ട് പറ്റിയിട്ടില്ലല്ലോ. ഞാനല്ലേ അങ്ങയോട് മാപ്പപേക്ഷിക്കേണ്ടത്?
അപ്പയാണ് ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ ക്ഷമാപണത്തിന്റെ കാരണം ഫാത്തിമ റളിയല്ലാഹു അൻഹ ബോധ്യപ്പെടുത്തുന്നത്, ഓ പ്രിയപ്പെട്ട അലിയേ, നമ്മളെ പ്രിയപ്പെട്ട മക്കൾ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമാ, സ്വർഗ്ഗത്തിലെ യുവാക്കളുടെ നേതാക്കളായ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമാ ഒരു ദിവസം അതാ വിശപ്പിന്റെ കാഠിന്യം കൊണ്ട് അവരെന്റെ അടുക്കലേക്ക് വന്നിട്ട് പറഞ്ഞു, ഉമ്മ ഒരൽപ്പം ഭക്ഷണം തരുമോ? ബഹുമാനപ്പെട്ട ഫാത്തിമ റളിയല്ലാഹു അൻഹ പറയാണ്, അവർക്കൊരു നേരത്തെ പശയടക്കാനുള്ളൊരു വസ്തുവും നമ്മുടെ വീട്ടിലെന്ന് സ്റ്റോക്കില്ല. ഞാൻ എന്റെ പ്രിയപ്പെട്ട മക്കളെ മടിയിലേക്ക് ചേർത്തു കിടത്തി, എന്നിട്ടൊരൽപ്പം വെള്ളം അടുപ്പിലേക്ക് കയറ്റി വെച്ചു, എന്നിട്ട് ഇങ്ങനെ തീ കത്തിക്കാൻ തുടങ്ങി. മക്കള് വിചാരിച്ചു ഉമ്മ എന്തോ കാര്യമായി പാകം ചെയ്യുകയാണ്. പക്ഷേ ഒരു വസ്തുവും ആ വെള്ളത്തിലേക്ക് ഇടാൻ നമ്മുടെ വീട്ടിലില്ല. അങ്ങനെ എന്റെ പ്രിയപ്പെട്ട മക്കൾ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമാ അവര് രണ്ടുപേരും ക്ഷീണാധിക്യം കൊണ്ട് അവരങ്ങ് ഉറങ്ങിപ്പോയി. അങ്ങനെ അന്നത്തെ ദിവസം കഴിഞ്ഞു. രണ്ടാമത്തെ ദിവസം വന്നപ്പോൾ വിശപ്പിന്റെ കാഠിന്യം വർദ്ധിക്കുമല്ലോ. എന്റെ മക്കള് പിന്നെയും കരയാൻ തുടങ്ങി, ഉമ്മ വല്ലതും തരുമോ? വീണ്ടും വെള്ളമെടുത്തു, അടുപ്പിൻ മുകളിലേക്ക് കയറ്റി വെച്ചു, എന്നിട്ട് തീ കത്തിക്കാൻ തുടങ്ങി. എന്റെ മക്കൾ അന്നത്തെ ദിവസവും ഉറങ്ങിപ്പോയി. മൂന്നാമത്തെ ദിവസം വന്നപ്പോൾ എന്റെ മക്കൾക്ക് കരയാനുള്ള ആരോഗ്യം പോലും ഇല്ല. അവര് ക്ഷീണത്താൽ എന്റെ പ്രിയപ്പെട്ട മക്കൾ ഇങ്ങനെ കിടക്കുന്നത് കാണുമ്പോൾ ഞാൻ എന്റെ മനസ്സിൽ അറിയാതെ പറഞ്ഞുപോയി, എത്രയോ വലിയ പണക്കാരന്റെ വിവാഹാന്വേഷണവുമായി വന്നിരുന്നു, എത്രയോ വലിയ ധനാഢ്യൻ എന്നെ തേടി വന്നിരുന്നു. അവർക്കൊന്നും എന്നെ വിവാഹം ചെയ്തു കൊടുക്കാതെ ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലും നിധിയില്ലാത്ത ഈ അലിയാർ തങ്ങൾക്ക് എന്നെ വിവാഹം ചെയ്തു കൊടുത്തല്ലോ എന്നൊരാളോടും പരാതി പറഞ്ഞതല്ല. എന്റെ മനസ്സിൽ അങ്ങനെ ഒരു ചിന്ത വന്നുപോയി, അലിയേ എനിക്കതൊന്ന് മാപ്പ് ചെയ്തു തരുമോ? അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹയോട് അൻഹുവിനോട് ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ ചോദ്യമാണ്, പ്രിയപ്പെട്ട ഉമ്മമാരെ, നമ്മുടെ മക്കൾക്ക് നമ്മൾ എന്താണ് പറഞ്ഞു കൊടുക്കാറുള്ളത്? ഒന്ന് പറഞ്ഞാൽ രണ്ടിന് മറുപടി പറയണം. അതേ കഴിയില്ലെങ്കിൽ നീ ഇങ്ങോട്ട് ഇറങ്ങി വരണം. ഒരാൾ അടിമവേലയും ചെയ്യാനല്ല നിന്നെ ഞാൻ വിവാഹം കഴിപ്പിച്ചത്. ഇങ്ങനെ ധിക്കാരത്തിന്റെ ദാഢ്യത്തിന്റെ പാഠവാലങ്ങളല്ലേ നമ്മൾ പറഞ്ഞു കൊടുക്കാറുള്ളത്. ഈ വിവരം അറിഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതേ ഇതുപോലെ മറ്റൊരു വിവരം വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ പ്രിയപ്പെട്ട മകളോട് പറയുന്നുണ്ട്, ഓ പ്രിയപ്പെട്ട ഫാത്തിമ, നീ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനോട് മാപ്പപേക്ഷിച്ചില്ലായിരുന്നുവെങ്കിൽ, നീ പൊരുത്തപ്പെടിപ്പിച്ചിട്ടില്ലായിരുന്നെങ്കിൽ, മറ്റൊരു വിഷയത്തെ ഉദ്ധരിച്ചുകൊണ്ട് മഹാന്മാര് വിശദീകരിക്കുന്നുണ്ട്, നിനക്ക് നരകത്തിൽ പ്രവേശിക്കാമായിരുന്നു എന്നർത്ഥം വരുന്ന വാക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അലി ബഹുമാനപ്പെട്ട ഫാത്തിമ റളിയല്ലാഹു അൻഹയോട് ഉപദേശിക്കുന്നത് കാണാം. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഞാൻ പറഞ്ഞു വന്നത് ഇതാണ്. ദാമ്പത്യ ജീവിതത്തിൽ ബഹുമാനപ്പെട്ട പണ്ഡിതന്മാര് രേഖപ്പെടുത്തുന്നത്, നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പ്രയാസം വന്നാൽ ഒരു വസ്ത്രം എങ്ങനെയാണോ ശരീരത്തിന്റെ ന്യൂനതകൾ മറച്ചു വെക്കുന്നത്, ഇതുപോലെ ഭാര്യ ഭർത്താക്കന്മാരു തമ്മിൽ അവരുടെ രഹസ്യങ്ങൾ അത് പുറത്തു വിടേണ്ടതല്ല. ഇന്നിങ്ങനെ സ്റ്റാറ്റസ് നോക്കിയാൽ അറിയാം, ദാമ്പത്യ ജീവിതത്തിലെ ഓരോ ഘട്ടങ്ങളും ചിലപ്പോൾ സ്മൈല് കാണാം, ചിലപ്പോൾ കരയുന്നത് കാണാം, ചിലപ്പോൾ അതാ പച്ചക്ക് തന്നെ എഴുതിയത് കാണാം, FB യിൽ കുറിച്ചു വെച്ചത് കാണാം.
ചില സഹോദരിമാര് സുബ്ഹാനല്ലാഹ് അവർക്ക് പ്രത്യേകമായ മൊബൈലിൽ തന്നെ വേറെ വേറെ ഫോൾഡറാണ്. സന്തോഷം വന്നാൽ അപ്പൊ ആ ഫോൾഡർ തുറക്കും. എന്നിട്ട് അതിൽ ഡെപ്പോസിറ്റ് ചെയ്ത കുറെ സ്റ്റാറ്റസ് വീഡിയോകൾ ഉണ്ടാകും. അതപ്പോ തന്നെ സ്റ്റാറ്റസിലേക്ക് മാറ്റും. എന്നാൽ ചിലത് ദുഃഖത്തിൻ്റെതാണ്. അമ്മായിമ്മ ഒന്ന് ചീത്ത പറഞ്ഞാൽ, ഭർത്താവ് എന്തെങ്കിലും ചോദിച്ച സാധനം വാങ്ങി തരാതിരുന്നാൽ, അല്ലെങ്കിൽ ഭർത്താവ് ഫോൺ വിളിച്ചിട്ട് എടുക്കാതിരുന്നാൽ, അപ്പോഴേക്കതാ ഫോൾഡർ ദുഃഖത്തിന്റെ ഫോൾഡർ തുറക്കും. എന്നിട്ട് പിന്നെ സ്റ്റാറ്റസിൽ മുഴുവനും അന്നത്തെ ദിവസം അതാണ്. ഇങ്ങനെ നമ്മുടെ കുടുംബ ജീവിതത്തിലുള്ള രഹസ്യങ്ങൾ, നമ്മുടെ പ്രയാസങ്ങൾ, സങ്കടങ്ങൾ അത് മറ്റൊരാളെ പറഞ്ഞു ബോധ്യപ്പെടുത്താനുള്ളതല്ല, അത് രഹസ്യമായി തന്നെ വെക്കാനുള്ളതാണ്. പിന്നെയോ നോക്കൂ നിങ്ങൾ, വസ്ത്രത്തിന്റെ മൂന്നാമത്തെ ഡ്യൂട്ടി എന്താണ്? നമ്മുടെ ശരീരത്തിന്റെ സൗന്ദര്യത്തെ പ്രദർശിപ്പിക്കലാണ്. ഏത് മനുഷ്യന്റെയും സൗന്ദര്യം ഒരു വസ്ത്രം അതിന്റെ ഭാഗമാണ്. ഇതുപോലെ തന്നെ കുടുംബത്തിലുള്ള പ്രയാസങ്ങൾ, പ്രശ്നങ്ങൾ, സങ്കടങ്ങൾ അതൊരിക്കലും നമ്മുടെ മുഖത്ത് നോക്കിയാൽ, സ്റ്റാറ്റസ് നോക്കിയാൽ, ദീപി നോക്കിയാൽ, നമ്മുടെ വസ്ത്രം നോക്കിയാൽ, നമ്മുടെ മുഖം നോക്കിയാൽ അത് തിരിച്ചറിയരുത്. എപ്പോഴും പരസ്പരം സ്നേഹം പ്രകടമാകുന്ന രൂപമാകണം. ഉള്ളതിനെ അലങ്കരിച്ചുകൊണ്ട് നടക്കുന്നവരാകണം. പരസ്പരം പങ്കുവെക്കുന്നവനാകണം. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബഹുമാനപ്പെട്ട ഖദീജ റളിയല്ലാഹു അൻഹാ അവിടുന്ന് എങ്ങനെയുള്ള ഭാര്യയാണ് നോക്കൂ നിങ്ങൾ. ആ ഖദീജ റളിയല്ലാഹു അൻഹ ഒരു സാധാരണ പെണ്ണല്ലല്ലോ. അവിടുത്തെ സമ്പത്ത് എത്രയാണ്? ആ നാട് മുഴുവനും വില കൊടുത്തു വാങ്ങാനുള്ള അത്രയും കപ്പാസിറ്റി ഉള്ള പെണ്ണാണ് ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹാ. ആ ഖദീജ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെന്ന ഏറ്റവും പാവപ്പെട്ട ഒരു വ്യക്തിയെ, നാട്ടിലെ ഏറ്റവും പാവപ്പെട്ടവരിൽപ്പെട്ട ഒരാളാണ്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെന്ന അൽ അമീൻ എന്ന ചെറുപ്പക്കാരനെ വിവാഹം കഴിച്ചപ്പോൾ നാട്ടുകാരിൽ പലരും പറഞ്ഞു, ഖദീജക്ക് എന്തിന്റെ കേടാണ്? ഇത്രയും വലിയ പണക്കാരിയായ, വിവാഹം വേറെയും കഴിഞ്ഞിട്ടുണ്ടെങ്കിലും സുന്ദരിയായ കുലീന കുടുംബത്തിൽ ജനിച്ച പെണ്ണല്ലേ ഖദീജ. പിന്നെ എന്തിനാണ് ഈ പാവപ്പെട്ട അൽ അമീനെ വിവാഹം കഴിക്കുന്നത്? ഈ വർത്തമാനം ഖദീജ റളിയല്ലാഹു അൻഹയുടെ ചെവിയിലെത്തിയപ്പോൾ ഖദീജ റളിയല്ലാഹു അൻഹ ഒരു സൽക്കാരം വിളിച്ചു കൂട്ടുകയാണ്. എന്തിനാണ് സൽക്കാരം വിളിച്ചു കൂട്ടിയത്? എന്റെ പ്രിയപ്പെട്ട ഭർത്താവിനെതിരെ പറഞ്ഞ ആക്ഷേപം അതിതോടുകൂടി അവസാനിപ്പിക്കാനാണ്. വലിയ സൽക്കാരത്തിലേക്ക് വിഐപികളും വിവിഐപികളും നാട്ടിലുള്ള എല്ലാ പ്രമാണിമാരെയും വിളിച്ചു കൂട്ടിയിട്ട് ഹബീബായ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിവാഹ സൽക്കാരം നടത്തുകയാണ് ഖദീജ റളിയല്ലാഹു അൻഹാ. ആ കല്യാണ പന്തലിലേക്ക് മഹദിയായ ഹലീമ റളിയല്ലാഹു അൻഹ ഓടി വരുന്ന രംഗം മഹാന്മാര് പഠിപ്പിക്കുന്നുണ്ട്. അപ്പുറത്തെ മലയുടെ ഒരുപാട് ദൂരെ സഞ്ചരിക്കുന്ന ജീവിക്കുന്ന ഹലീമ റളിയല്ലാഹു അൻഹ ഒരു ദിവസം അതാ കല്യാണ പന്തലിലേക്ക് മഹദി ഇങ്ങനെ ഓടി വരികയാണ്. എത്രയോ വർഷക്കാലത്തിനു ശേഷം, 25 വർഷത്തിനു ശേഷമാണ് ഹലീമ റളിയല്ലാഹു അൻഹ കടന്നു വരുന്നത്. തന്റെ ശരീരത്തിൽ കല്ലുകൊണ്ട് രക്തം പൊടിയുന്നുണ്ട്. കീറിപ്പറിഞ്ഞ വസ്ത്രം ധരിച്ചിട്ടാണ് മഹദി കടന്നു വരുന്നത്. അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടപ്പോൾ ഹലീമ റളിയല്ലാഹു അൻഹ പരിചയപ്പെടുത്തുന്നുണ്ട്. ഓ അൽ അമീൻ, ഞാൻ ഹലീമയാണ്. വിശാലമായ ചരിത്രം ചുരുക്കി പറയട്ടെ. എന്നിട്ട് ഹലീമ റളിയല്ലാഹു അൻഹ പറയുകയാണ്, ഞാൻ നിന്റെ വിവാഹത്തിന് കടന്നു വന്നത് ഒരു നേരത്തെ ഭക്ഷണം കിട്ടുമോ എന്നറിയാനാണ്. എന്റെ നാട്ടുകാരനോട് അൽ അമീൻ എന്ന് പറയുന്ന ഈ മുലയൂട്ടിയ ചെറുപ്പക്കാരന്റെ വിവാഹമുണ്ടെന്ന് പറഞ്ഞപ്പോൾ ആ വിവാഹത്തെ തേടി വന്നതാണ്. അങ്ങനെ ഹലീമ റളിയല്ലാഹു അൻഹയെ ഖദീജ റളിയല്ലാഹു അൻഹയുടെ കയ്യിലേക്ക് ഏൽപ്പിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുഭിക്ഷമായ ഭക്ഷണം കൊടുത്തു മടക്കി വിടുമ്പോൾ ഖദീജ ബീവി റളിയല്ലാഹു അൻഹയോട്
മുത്തുനബി ചോദിക്കുന്നുണ്ട്, അല്ലയോ ഖദീജ, എന്റെ ഉമ്മ മടങ്ങിപ്പോകുമ്പോൾ എന്റെ ഉമ്മാക്ക് എന്തെങ്കിലും കൊടുക്കണ്ടേ? എന്റെ ഉമ്മാക്ക് വല്ല സമ്മാനവും കൊടുത്തു വിടണ്ടേ? ഖദീജ റളിയല്ലാഹു അൻഹയുടെ മറുപടി, ഓ പ്രിയപ്പെട്ട ഭർത്താവേ, എന്തിനാണ് എന്നോട് അവകാശം ചോദിക്കുന്നത്? എന്തിനാണ് എന്നോട് അനുവാദം ചോദിക്കുന്നത്? ഇഷ്ടമുള്ളത് കൊടുക്കാലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖം മാറിപ്പോയി. ഖദീജ, ഞാനെന്ത് കൊടുക്കാനാ? എന്റെ കയ്യിൽ ഒന്നുമില്ലല്ലോ. അപ്പയാണ് റോൾ മോഡലായ ഭാര്യ, എല്ലാ ഭാര്യമാർക്കും റോൾ മോഡലായ ഖദീജ റളിയല്ലാഹു അൻഹാ പ്രിയപ്പെട്ട ഭർത്താവിന്റെ വാപത്തി പിടിച്ചു പറയുന്നത്, ഇനി അങ്ങനെ പറഞ്ഞുകൂടാ. എന്റെ ഈ എല്ലാ സ്വത്തിന്റെയും ഉടമസ്ഥനാരാണ്? ഓ പ്രിയപ്പെട്ട ഭർത്താവേ, അങ്ങാണ് കേട്ടോ. ഇനി എല്ലാത്തിന്റെയും ഉടമസ്ഥൻ അങ്ങാണ്. ഇനി ഇതിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് എടുക്കണമെങ്കിൽ എനിക്ക് അങ്ങയോട് അനുവാദം വാങ്ങണം. അങ്ങേക്ക് ഇതിൽ നിന്നൊന്നും എടുക്കാൻ എന്റെ അനുവാദം വേണ്ട. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടത്തേക്ക് ഖദീജ റളിയല്ലാഹു അൻഹ തന്റെ ജീവിതത്തിൽ തന്റെ സമ്പത്ത് മുഴുവനും പ്രിയപ്പെട്ട ഭർത്താവിന്റെ മുമ്പിൽ സമർപ്പിക്കുകയാണ്. എപ്പോഴെങ്കിലും ഒരു പവനെടുത്തു കൊണ്ടുപോയി വിറ്റുപോയാൽ, വീടെടുക്കുമ്പോൾ എങ്ങാനും സ്വർണം എടുത്തുപോയാൽ, ഏതെങ്കിലും ഒരു ഭൂമിയുടെ 5 സെന്റ് വിറ്റുപോയാൽ, പിന്നെ മരിച്ചാലും കണക്കു പറയുന്നവരല്ലേ നമ്മൾ. എന്നാൽ ഭാര്യമാർക്ക് റോൾ മോഡലായ ഖദീജ റളിയല്ലാഹു അൻഹ അവിടുന്ന് വഫാത്താകുമ്പോൾ കയ്യിലൊരു നേരത്തെ പശിയടക്കാൻ, ഒരു നേരത്തെ ഭക്ഷണത്തിന് ഗതിയില്ല. ആ പാഠമാണ് ലീഡറായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതാ സ്വഹാബത്തിനെയും പഠിപ്പിക്കുന്നത്. ഓ പ്രിയപ്പെട്ട സ്വഹാബത്തെ, നിങ്ങളൊന്നും തന്നെ എടുത്തു വെക്കണ്ട. നാളത്തേക്ക് നിങ്ങൾ ആഖിറത്തിലേക്ക് സമ്പാദിക്കേണ്ടവരാണ്, ദുനിയാവിലേക്ക് സമ്പാദിക്കേണ്ടവരല്ല. അതാണ് സൽമാൻ റളിയല്ലാഹു അൻഹു അവിടുന്ന് വഫാത്താകുമ്പോൾ അവിടുന്ന് ഇങ്ങനെ കരയുകയാണ്. എന്തിനാണ് സൽമാനുൽ ഫാരിസി തങ്ങളെ കരയുന്നത്? എന്റെ ഹബീബ് എന്നോട് പറഞ്ഞത് ദുനിയാവിലൊന്നും ബാക്കി വെക്കണ്ടെന്നാണല്ലോ. പക്ഷേ എന്റെ മരണം എന്റെ അടുത്തേക്ക് വന്നെത്തിപ്പോയി. എന്റെ കയ്യിൽ അല്പം ദീനാർ ദിർഹം എന്റെ കയ്യിൽ ബാക്കിയുണ്ടല്ലോ. ആരുടെ റോൾ മോഡലാണ്? ഖദീജ റളിയല്ലാഹു അൻഹ സമ്പത്ത് മുഴുവനും തന്റെ കയ്യിലേൽപ്പിച്ചപ്പോൾ അന്നു തന്നെ 100 കണക്കിന് ആടുകളെ, 40ഓളം വരുന്ന ഒട്ടകങ്ങളെ, അവകളെ പോറ്റാനുള്ള, തീറ്റി പോറ്റാനുള്ള അടിമകളെ, അതേ മഞ്ചലിൽ വഹിച്ചു തന്റെ ഉമ്മാനെ കൊണ്ടുപോകാനുള്ള തൊഴിലാളികളെ അടക്കം, അതേ പാവപ്പെട്ടവരായി ശരീരം മുറിഞ്ഞ് മുഷിഞ്ഞ വസ്ത്രം ധരിച്ച് തന്റെ കല്യാണ പന്തലിലേക്ക് വന്ന ഹലീമ റളിയല്ലാഹു അൻഹ തിരിച്ചു പോകുമ്പോൾ 100 കണക്കിന് ഒട്ടകാടുകൾ, 40ൽ പരം ഒട്ടകങ്ങൾ, തന്നെ വഹിക്കാനുള്ള മഞ്ചൽ, അതിനെ വഹിക്കാനുള്ള ജോലിക്കാരടക്കം മുതലാളിച്ചയായിട്ടാണ് മടങ്ങിപ്പോകുന്നത്. ഇത് വഅദ് പറയൽ മാത്രമല്ല, ജൂദ് വേണമെന്ന് വഅദ് പറയൽ മാത്രമല്ല, ബിനാഅത്ത് വേണമെന്ന് വഅദ് പറയൽ മാത്രമല്ല, ജീവിതത്തിൽ അതാ കാണിച്ചു കൊടുക്കുന്നു. ഇങ്ങനെയൊക്കെ ധനമുണ്ടായിരുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്രയാണ് കിതാബുകളിൽ ഓർമ്മപ്പെടുത്തുന്നത്. എത്ര പേർക്കാണ് 100 ഒട്ടകങ്ങളെ ദാനം കൊടുത്തത്? എത്ര പേർക്കാണ് 200 ഒട്ടകങ്ങളെ ദാനം കൊടുത്തത്? എത്ര പേർക്കാണ് 40ലധികം ഒട്ടകങ്ങളെ ദാനം കൊടുത്തത്? എത്ര പേർക്കാണ് ഭക്ഷണം കൊടുത്തത്? എത്ര പേർക്കാണ് മറ്റു ധനസഹായം നൽകിയത്? പക്ഷേ ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാന
വരെ പട്ടിണി കിടന്ന് ജീവിക്കുകയാണ്. ഖന്തഖ് യുദ്ധത്തിന്റെ വേളയിൽ സ്വഹാബത്ത് കിടന്നിങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കുമ്പോ അതാ പൊട്ടിക്കാൻ കഴിയാത്തൊരു പാറക്കല്ലിന്റെ അടുത്തെത്തിയപ്പോൾ അവര് വന്ന് സങ്കടം പറയുന്നു, നബിയേ ഈ കല്ല് പൊട്ടിക്കാനാവുന്നില്ല നബിയേ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതാ തന്റെ ആയുധം കയ്യിലെടുത്ത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നൊന്ന് ഉച്ചരിച്ചിട്ടൊരൊറ്റ അടി അങ്ങടിക്കുമ്പോൾ പാറക്കല്ല് കഷ്ണങ്ങളായി ചിതറിപ്പോകുന്നു. അപ്പൊ സ്വഹാബത്തിനൊരു ജാല്യത. അവര് പറഞ്ഞു, നബിയേ കണ്ടില്ലേ, ഞങ്ങളെ വയറ്റിൽ കല്ല് വെച്ചു കെട്ടിയതാണ്, വിശപ്പിന്റെ കാഠിന്യം കൊണ്ടാ നബിയേ, അതുകൊണ്ടാ ഞങ്ങൾക്കിത് പൊട്ടിക്കാനാവാത്തത്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെന്ന ലോകത്തുള്ള മുഴുവൻ രാജാക്കന്മാർക്കും റോൾ മോഡലായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ അരയുടുപ്പൊന്നങ്ങ് പൊക്കിയപ്പോൾ രണ്ട് കല്ലുകളാ വയറ്റിൽ വെച്ചു കെട്ടിയിരിക്കുന്നത്. സുബ്ഹാനല്ലാഹ്. സ്വഹാബത്തെ, നിങ്ങൾ പട്ടിണിക്കിട്ട് ഞാൻ ഭക്ഷണം കഴിച്ചുന്നോ അങ്ങനെ വിചാരിക്കണ്ട. സ്വഹാബത്ത് ഒരു കല്ല് വെച്ചു കെട്ടിയിട്ട് വടിയെടുക്കുമ്പോൾ മുത്തായ തങ്ങൾ വയറ്റിൽ രണ്ടു കല്ല് വെച്ചു കെട്ടിയതാ. ഏത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പർവ്വതങ്ങൾ, 5ഓളം പർവ്വതങ്ങൾ റസൂലുള്ളാഹിന്റെ തിരുസവിധത്തിൽ വന്നിട്ട് തങ്ങളെ അങ്ങേ ഉപയോഗിക്കാൻ പറ്റിയ രൂപത്തിൽ ഒന്ന് സ്വർണമായി തരട്ടെ നബിയേ. ഉഹുദ് പർവ്വതത്തിന്റെ വിസ്തൃതി എത്രയാണ്? 24 ചതുരശ്ര കിലോമീറ്ററുകൾക്കപ്പുറമാണ്. ആ പർവ്വതമാണെന്ന് ചോദിക്കുന്നത്. തങ്ങളെ അങ്ങേ ഉപയോഗിക്കാൻ പറ്റിയ രൂപത്തിൽ ഒന്ന് സ്വർണമായി തരട്ടെയോ? വേണ്ട വേണ്ട, ദുനിയാവിനോടുള്ള താല്പര്യമില്ല. അല്ലെങ്കിൽ മുത്തുനബിക്കൊന്ന് ചോദിച്ചാൽ കിട്ടാത്തതുണ്ടോ? സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് കണ്ണാനന്ദമായ വലിയ കൊട്ടാരങ്ങളുണ്ടെന്നല്ലേ കിതാബുകളിൽ പറയുന്നത്. ആ കൊട്ടാരങ്ങൾക്ക് ഇന്റർലോക്ക് ചെയ്തത് സ്വർണത്തിന്റെ കട്ടകൾ കൊണ്ടാണെന്നല്ലേ മുഫസ്സിരീങ്ങൾ വിശദീകരിക്കുന്നത്. അതിനിടയിൽ രത്നങ്ങൾ പതിച്ചിരുന്നല്ലേ ചരിത്രകാരന്മാർ ഓർമ്മപ്പെടുത്തുന്നത്. ആ സുലൈമാൻ നബിയുടെ നേതാവാണ് മുജ്ഹറുൽ അഖം സ്വാദിഖുൽ മസ്ദൂഖ് നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹ്. തങ്ങളൊന്ന് ചോദിച്ചാൽ അല്ല കൊടുക്കാതിരിക്കുമോ? സ്വർണ്ണ കൊട്ടാരം പണിത് സുലൈമാൻ നബിയുടെ അതേ നേതാവ് കിടന്നുറങ്ങുന്നത് ഈത്തപ്പന ഓലയിലാണ്. എഴുന്നേറ്റ് വരുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പ്രിയപ്പെട്ട നേതാവായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ചോദിക്കുന്നുണ്ട്, അല്ലയോ നബിയേ, ഒന്ന് സമ്മതിക്കാമോ? ഒരു കട്ടിലുണ്ടാക്കി തരട്ടെ നബിയേ, ഒരു മെത്തയുണ്ടാക്കി തരട്ടെ നബിയേ. വലിയ കൊട്ടാരത്തെ ചുരിച്ചല്ല ചോദിക്കുന്നത്, ഒന്ന് കിടന്നുറങ്ങാൻ ഒരു കട്ടിലു തരട്ടെ നബിയേ. അപ്പോഴും മറുപടി വേണ്ട ഉമറേ, ദുനിയാവ് വേണ്ട. മക്കത്തുൽ മുകറമയിൽ നിന്നും മദീനയിലേക്കുള്ള ദൂരം 480ഓളം കിലോമീറ്ററുകളാണ്. അതിന്റെ ഭാഗങ്ങൾ ഇപ്പോഴും നമ്മൾ ബസ്സിൽ ഇങ്ങനെ പോകുമ്പോൾ എന്തു കണ്ടാൽ തന്നെ ചൂടെടുക്കൂലേ? വലിയ മൊട്ടക്കുന്നുകളല്ലേ, മുൾച്ചെടികളല്ലേ, പാറക്കല്ലുകളല്ലേ? ആ വഴി ദൂരത്തിലൂടെ നമ്മൾ ഏസിയന്റെ ബസ്സിൽ ഇങ്ങനെ പോകുമ്പോൾ
നമുക്കപ്പോൾ തന്നെ ക്ഷീണം വരൂലേ? എന്നാൽ ആ വലതുഭാഗത്തേക്കോ ഇടതുഭാഗത്തേക്കോ തട്ടണമെന്ന് നീക്കിയിട്ട് ഗ്ലാസിലൂടെ പുറത്തേക്കൊന്ന് നോക്കിയാൽ നമ്മളെ കൽബ് പിടക്കാതിരിക്കുമോ? നമ്മുടെ നേതാവ് നടന്ന സ്ഥലമല്ലേ? നമ്മുടെ റസൂലുള്ള നടന്ന സ്ഥലമല്ലേ? സുബ്ഹാനല്ലാഹ്, കാറ്റിലൂടെ സുലൈമാൻ നബി അലൈഹിസ്സലാം ലക്ഷ്യസ്ഥാനത്തിലേക്ക് കാറ്റുകൊണ്ടെത്തി എന്നല്ലേ ഖുർആൻ തന്നെ പറയുന്നത്? സുലൈമാൻ നബിയുടെ വാഹനം കാറ്റായിരുന്നെന്നല്ലേ? എന്നാൽ ആ സുലൈമാൻ നബിയുടെ നേതാവ് കാൽനടയായും ചിലപ്പോൾ ഒട്ടകപ്പുറത്തും നടക്കുകയാണ്. കിട്ടാത്തത് കൊണ്ടല്ലോ. ചെറുപ്പക്കാരെ, നമുക്കല്ലേ മക്കളെ പോസ്റ്റിൽ കയറാൻ മടിയുള്ളത്? നമുക്കല്ലേ മഴ വരുമെന്ന് പേടിച്ചു പ്രകടനത്തിനിറങ്ങാൻ മടിയുള്ളത്? നമുക്കല്ലേ റാലിയിൽ പോകുന്നത് പ്രശ്നമുള്ളത്? നമുക്കല്ലേ തിരക്കുള്ളത്? ആ റസൂലുള്ള 450ഓളം കിലോമീറ്റർ നടന്നത് എന്തിനു വേണ്ടിയാ? റസൂലുള്ള ഒരിക്കലും നാട്ടിൽ ഫിത്ന ഉണ്ടാക്കിയിട്ടല്ലല്ലോ. റസൂലുള്ള ഒരാൾക്കും എന്തെങ്കിലും കൊടുക്കാനുണ്ടായിട്ടല്ലല്ലോ. പിന്നെയോ നിസ്കരിക്കാനാണോ മുത്തുനബി പോയത്? അല്ലേ അല്ല. ഖുർആൻ ഓതാനാണോ മുത്തുനബി മക്ക വിട്ടത്? അതും അല്ലേ അല്ല. ശത്രുക്കൾക്ക് ഒരൊറ്റ ആവശ്യമേ ഉള്ളൂ, മുത്തുനബി അൽ അമീനാണെന്ന് അവർക്കറിയാം, സ്വാദിഖുൽ മസ്തൂഖാണെന്ന് അവർക്കറിയാം, അവിടുന്ന് സ്വാദിഖുൽ അമീനാണെന്നറിയാം. അവരൊറ്റ നിർദ്ദേശമേ മുമ്പിൽ വെച്ചുള്ളൂ, മുഹമ്മദേ നീ ഒരാളെയും നിന്റെ മതത്തിലേക്ക് ക്ഷണിക്കരുത്. നിനക്ക് നിസ്കരിക്കാം, നിനക്ക് ഖുർആൻ ഓതാം, നിനക്ക് ഈ രാജ്യത്തിന്റെ അധികാരം വേണോ? നിനക്ക് അധികാരം തരാം. പണം വേണോ? പണം തരാം. നല്ല സുന്ദരിമാരായ ഇണകളെ വേണോ? നിനക്ക് ഇഷ്ടമുള്ളവരെ സെലക്ട് ചെയ്യാം. അപ്പോഴെല്ലാം മുത്തുനബിയുടെ ഒറ്റ വചനമേ ഉള്ളൂ. നമ്മൾ നാട്ടുദർസിൽ സുൽത്താനുൽ ഉലമ നമ്മളോട് ആ പദം പ്രത്യേകം എടുത്ത് ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. എന്റെ വലതുകൈയിൽ സൂര്യനെ വെച്ചു തന്നാലും, എന്റെ ഇടതുകൈയിൽ ചന്ദ്രനെ വെച്ചു തന്നാലും എന്റെ ദൗത്യത്തിൽ നിന്ന് പിന്നോട്ടില്ല. ഞാൻ എന്റെ ഉമ്മത്തിന് എന്റെ മതം കൈമാറാതെ വിശ്രമിക്കുന്ന പ്രശ്നമില്ല. അങ്ങനെ നമുക്ക് വേണ്ടി നടന്ന മുത്തുനബി, നമുക്ക് വേണ്ടി നെറ്റിത്തടം പൊട്ടിച്ച റസൂലുള്ളാഹ്, നമുക്ക് വേണ്ടി അമ്പുകൊണ്ട റസൂലുള്ളാഹ്, നമുക്ക് വേണ്ടി കല്ലിൽ കാലിൽ കല്ലേറുകൊണ്ട റസൂലുള്ളാഹ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രിയുടെ യാമങ്ങളിൽ നിന്നു നിസ്കരിച്ച് അവിടത്തെ കാല സങ്കടം പറഞ്ഞില്ലേ? ലലമതു സുന്നതമൽ അഹ്യല്ലാമാഇലാ അനിസ്തഖത് ഖദമാ ഹുല്ലുറാ മിൻ വറമി. ഹബീബായ മുത്തുനബിയെ താങ്ങാൻ കഴിയുന്നില്ല നബിയെ, ഒന്നിരിക്കാമോ നബിയെ, വിശ്രമിക്കാമോ റസൂലേ? ആയിഷ റളിയല്ലാഹു അൻഹയും ചോദിക്കുന്നുണ്ട്, എന്തിനാണ് എന്റെ പ്രിയപ്പെട്ട ഹബീബ് ഇങ്ങനെ കഷ്ടപ്പെടുന്നത്? ജീവിതത്തിൽ ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ, ഇനിയൊരു തെറ്റും ചെയ്യില്ലല്ലോ നബിയേ, പിന്നെ എന്തിനാണ് അവിടുന്ന് കഷ്ടപ്പെട്ടു നിസ്കരിക്കുന്നത്? സ്വർഗത്തിന്റെ ഉദ്ഘാടകനായ മുത്തുനബി എന്തിനാണ് രാത്രിയിൽ നിന്നു നിസ്കരിച്ചത്? അവിടുന്ന് പറയുന്നു, ആയിഷ അഫലാ അകൂന അബ്ദൻ ശകൂറാ, ഞാനൊരു നന്ദിയുള്ള അടിമയാകണ്ടേ മോളെ? ഏത് റസൂലുള്ളാഹ് കിലോമീറ്റർ
കിലോമീറ്ററുകൾ നടന്ന റസൂലുള്ളാഹ്, രാത്രിയിൽ നിന്നു നിസ്കരിച്ച റസൂലുള്ളാഹ്, ഏറുകൊണ്ട റസൂലുള്ളാഹ്, ഈന്തപ്പന ഓലയിൽ കിടന്ന റസൂലുള്ളാഹ്, ദുനിയാവൊന്നും വേണ്ടെന്ന് വെച്ച റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്തിനുള്ള നന്ദിയാണെന്നറിയുമോ? ഓ പ്രിയപ്പെട്ട പെങ്ങളെ, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നന്ദി പ്രകടനം നടത്തിയത് എന്തിനാണെന്നറിയുമോ? വലസൗഫ യുഅ്തീക റബ്ബുക ഫതർളാഹ്. നബിയേ, അങ്ങേക്ക് വേണ്ടത് എന്തെല്ലാമാണോ അത് മുഴുവനും തരും നബിയേ. അങ്ങനെ തന്നു തന്നു തന്ന് അവസാനം ഫതറല്ലാഹ്, അങ്ങ് തൃപ്തിപ്പെടും നബിയേ. അങ്ങ് മദീന പറയുന്നത് വരെ തരും നബിയേ. അപ്പോഴും രാജാവായ റബ്ബിനോട് നമ്മുടെ നേതാവായ മുത്തു നബി അവിടുന്ന് പറഞ്ഞത്, റബ്ബേ, എന്റെ ഉമ്മത്തീങ്ങളിൽപ്പെട്ട മുഅ്മിനീങ്ങളായ ഒരാളും നരകത്തിൽ അവശേഷിച്ചുകൂടാ. അതുവരെ എനിക്ക് സന്തോഷമില്ല, അതുവരെ എനിക്ക് സമാധാനമില്ല. അപ്പ രാജാവായ റബ്ബിന്റെ നിർദ്ദേശമാണ്, യാ അയ്യുഹൽ മുസമ്മിൽ ഖുമിൽ ലൈല ഇല്ലാ ഖലീലാ. വിശാലമായ ചർച്ചയിലേക്കൊന്നും പോവുകയല്ല. രാത്രിയിലെ പകുതിയിലധികം സമയവും അല്ലാഹുവിന്റെ ഹബീബ്, നമ്മുടെ നേതാവ്, മുജ്ഹറുൽ ഹഖം, സ്വാദിഖുൽ മസ്ദൂഖ്, നബിയുർ റഹ്മാൻ ത്വഹ റസൂലുള്ളാഹ് അവിടുന്ന് നിന്നു നിസ്കരിച്ചിട്ട് നമുക്ക് വേണ്ടി അധ്വാനിച്ചില്ലേ? നമുക്ക് വേണ്ടി റബ്ബിന്റെ മുമ്പിൽ ശുപാർശ ചോദിച്ചു വാങ്ങിയില്ലേ? മുഅ്മിനീങ്ങളെ, ആ റസൂലുള്ളാഹിന്റെ മുമ്പിലേക്ക് നമുക്കും പോവണ്ടേ? നമുക്ക് ആ റസൂലുള്ളാഹിനെ ഒന്ന് കാണണ്ടേ? നമ്മൾ മരിച്ച അല്ലാഹുവിന്റെ ഹബീബിന്റെ മുമ്പിൽ വരുമ്പോൾ അതാ ഹംസ റളിയല്ലാഹു അൻഹു അവിടെ ഉണ്ടാകുമല്ലോ, സഅദ് റളിയല്ലാഹു അൻഹു ഉണ്ടാകുമല്ലോ, ബുസൂരി ഇമാം റളിയല്ലാഹു അൻഹു ഉണ്ടാകുമല്ലോ, സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു, അങ്ങനെ തുടങ്ങിയ എല്ലാ സ്വാലിഹീങ്ങളും അവിടെ ഉണ്ടാകുമല്ലോ. ചെറുപ്പക്കാരെ ചോദിക്കട്ടെ, നമുക്ക് കൊല്ലത്തിൽ ഒരു തവണ അല്ലാഹുവിന്റെ ഹബീബിന്റെ ജന്മദിനം വരുമ്പോൾ നമുക്കിപ്പോഴും ജോലി തിരക്കാണോ മോനെ? നമുക്കിപ്പോഴും ഘോഷയാത്രയിൽ നടക്കാൻ ക്ഷീണമാണോ? റാലിയിൽ മഴ പെയ്യുമെന്ന് പേടിയാണോ? എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, നാളെ വൈകുന്നേരം നമ്മൾ ജീവനോടെ ഉണ്ടെങ്കിൽ ഏതു മഴയാണെങ്കിലും വെയിലാണെങ്കിലും നമ്മുടെ മുത്തുനബിയുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ റബീഇലുള്ള ആഘോഷമല്ലേ? മഴയാണെങ്കിലും വേണ്ടിയില്ല, വെയിലാണെങ്കിലും വേണ്ടിയില്ല, ഞാൻ ആ സ്വപ്പിലുണ്ടാകുമെന്ന് നമുക്കൊരു പ്രതിജ്ഞ വേണം. എനിക്കഴിഞ്ഞ റബീഉൽ അവ്വൽ 11-ന് എന്റെ നാട്ടിലെ ചെറുപ്പക്കാരൊരു ബൈക്ക് റാലി വന്നപ്പോൾ കുറെ ചെറുപ്പക്കാരെ കയ്യിൽ കോട്ടില്ല. അവരതാ പറയുന്നു, ഞങ്ങൾക്ക് ഇന്നത് പ്രശ്നമല്ല. കേട്ടപ്പോ വല്ലാത്തൊരു സന്തോഷം. ചെറുപ്പക്കാരെ, നമുക്കിതൊരു ഈമാനാകണം, നമുക്ക് റസൂലുള്ള ഒരു വികാരമാവണം. ആ റസൂലുള്ള സന്തോഷിക്കുന്ന ഒരു വേദിയും നമ്മൾ ഒഴിവാക്കരുത്. അവിടത്തേക്ക് ഇഷ്ടമില്ലാത്ത ഒന്നും നമ്മൾ ചെയ്യരുത്. നമ്മളെ വീടിന്റെ ഉള്ളിൽ നമ്മുടെ ബെഡ്റൂമിൽ പോയിരുന്ന് തെറ്റ് ചെയ്താലും അള്ളയത് കാണുമല്ലോ, റസൂലുള്ള കാണുമല്ലോ. ആ റസൂലുള്ള നമുക്ക് വേണ്ടി നിന്ന്
നിസ്കരിച്ചിട്ട് നമുക്ക് സ്വർഗം വാങ്ങിത്തരാൻ വേണ്ടി അധ്വാനിച്ചിട്ട് നമ്മളിപ്പോഴും രഹസ്യമായ സിനിമ കാണുമ്പോൾ, സീരിയൽ കാണുമ്പോൾ, പാട്ട് കേൾക്കുമ്പോ, കളവ് പറയുമ്പോ, സയ്യിദന്മാരെ കുറ്റം പറയുമ്പോൾ, ആലിമീങ്ങളെ തെറി പറയുമ്പോൾ ആ മുത്തുനബിക്ക് വേദനയാവൂലേ ഉമ്മമാരെ? ആ റസൂലുള്ള വിഷമിക്കൂലേ ചെറുപ്പക്കാരെ? നമുക്ക് റസൂലുള്ളാനെ സന്തോഷിപ്പിക്കാൻ ചിലപ്പൊന്നിനും കഴിയില്ല. നമ്മൾ പാവങ്ങളാണ്, അമല് കുറഞ്ഞവരാണ്, ഈമാൻ കുറഞ്ഞവരാണ്. പക്ഷേ നമ്മളെ കൊണ്ട് റസൂലുള്ള വിഷമിക്കരുത്, അവിടുന്ന് നമ്മളെ കൊണ്ട് വേദനിക്കരുത്, അവിടുന്ന് നമ്മളെ കൊണ്ട് സങ്കടപ്പെടരുത്. അങ്ങനെ ഒരു സാഹചര്യം വന്നുകൂടാ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഒരു നേതാവ് എങ്ങനെയാണ് റോൾ മോഡലാകുന്നത്? ദുനിയാവിന്റെ എല്ലാ സ്വാർത്ഥ താല്പര്യങ്ങൾക്കും അപ്പുറം എന്റെ ഉമ്മത്തെ ഒരാളും നരകത്തിൽ പോകരുത്. തന്നെ കല്ലെടുത്തെറിഞ്ഞവരോടും പറയുന്നു, അവർക്കെതിരെ മലക്കുകൾ ദ്വാരക്കാൻ പറഞ്ഞപ്പോഴും വേണ്ട വേണ്ട, അവർ പാവങ്ങളാണ്, വിവരമില്ലാത്തവരാണ്, അവരിനി വിശ്വസിച്ചില്ലെങ്കിലും അവരെ തലമുറയിൽ നിന്നെങ്ങാനും ഒരാളും നന്നായി കിട്ടിയാൽ അല്ലാഹ്, എനിക്കതാണ് ഏറ്റവും വലിയ സന്തോഷം. നമ്മൾ മദ്രസക്ക് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ ഉസ്താദേ ഇതൊന്നും പാർക്കും വേണ്ട, പള്ളിയിൽ വരാൻ ആളില്ല, മദ്രസക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ആളില്ല, ഇനി നമ്മളും ഇതങ്ങ് ഇട്ടെറിഞ്ഞു പോകാമെന്ന് വിചാരിച്ചാൽ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ വചനം, ഇവരിൽ നിന്ന് ആരും ഇനി സ്വീകരിച്ചില്ലെങ്കിലും ഈ തലമുറയിൽ നിന്നൊരാളെങ്കിലും നന്നായി കിട്ടിയാൽ, ആരെങ്കിലും ഒരാൾ യഹ്ദിയല്ലാഹു ബിഖർദിൻ വാഹിദ ഖൈറുൽ ലക മിനദ് ദുനിയാ വമാ ഫീഹാ. ഇപ്പൊ എന്താ വഅദ് വെച്ചിട്ട് എന്താ കാര്യം? ആരാപ്പ വഅദ് കേട്ടിട്ട് നന്നാവുന്നത്? അങ്ങനെ പറഞ്ഞു ഒഴിഞ്ഞു മാറുന്നതിനു പകരം അല്ലാഹ് ഒരു വഅദ് കേൾക്കുമ്പോൾ ഏറ്റവും ചുരുങ്ങിയത് 2 മണിക്കൂർ സമയമെങ്കിലും സായൂജ്യം വീക്ഷിച്ചുകൊണ്ട് കുറെ മുഅ്മിനീങ്ങൾ ഇരിക്കുന്നുണ്ടല്ലോ. ആ സമയം അവര് മൊബൈലിൽ കളിക്കില്ലല്ലോ, ആ സമയം സിനിമ കാണില്ലല്ലോ, ആ സമയം അശ്ലീലം കാണില്ലല്ലോ. ഇവിടുന്ന് ഇങ്ങനെ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ പുന്നാര വചനം നാമങ്ങൾ ഇങ്ങനെ പറയുമ്പോ ഒരാളെങ്കിലും ഒരു സ്വലാത്ത് ചൊല്ലിക്കിട്ടിയാൽ, ഇങ്ങനെ ഏതു നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുമ്പോഴും നമ്മളെ മനസ്സിലുണ്ടാവേണ്ട ചിന്ത അതാണ്. അതാണ് നമ്മളെ റോൾ മോഡലായ നേതാവ് സയ്യിദുൽ വജൂദ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഞാനിനിയും നീട്ടിപ്പരത്തി കൊണ്ടുപോകുന്നില്ല. ഓ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഞാൻ ചോദിക്കട്ടെ, നമ്മളെ മക്കളെ കുറ്റം പറയാറില്ലേ? നമ്മളെ മക്കളെ കുറിച്ച് നമ്മൾ പലപ്പോഴും വേവലാതിപ്പെടാറില്ലേ? നമ്മളെ നാട്ടിലെ ചെറുപ്പക്കാരെ കുറിച്ച് സങ്കടം പറയാറില്ലേ? എന്നാൽ ചോദിക്കട്ടെ, എന്റെ മക്കളെ മുമ്പിൽ വെച്ച് ഞാൻ എപ്പോഴും ധൈര്യപൂർവ്വം പറയാറുണ്ട്, എന്റെ വാപ്പ ജീവിതത്തിൽ ദുഹാ നിസ്കാരം കളഞ്ഞതായി എന്റെ ഓർമ്മയിലില്ലേ? ഇല്ല. അതേ, നല്ല ആരോഗ്യമുള്ള സമയത്ത് അഥവാ ഹാർട്ട് പേഷ്യന്റായി കുറച്ചു കാലം ഐസിയുവിൽ കടന്ന സമയം ഒഴിച്ച് മരിക്കുന്ന അന്ന് മഗ്‌രിബ് നിസ്കാരം വരെ നിസ്കരിക്കുന്ന മഗ്‌രിബ് നിസ്കാരത്തിന് കൈകെട്ടിയപ്പോഴാണ്, ജമാഅത്തായി പള്ളിയിൽ നിസ്കരിക്കുമ്പോഴാണ് എന്റെ വാപ്പ ഈ ലോകത്തോട് വിട പറയുന്നത്. കാരണം എന്റെ ജീവിതത്തിൽ ഒരൊറ്റ വക്ത് ജമാഅത്ത് പോലും എന്റെ പ്രിയപ്പെട്ട ഉപ്പ കളഞ്ഞതായിട്ട് എനിക്ക് ഓർമ്മയില്ല. ഒരൊറ്റ മൗലിദിന്റെ മജ്‌ലിസും കളഞ്ഞതായിട്ട് ഓർമ്മയില്ല. റമളാൻ ഒന്നാകുമ്പോൾ പള്ളിയിലെ ഉസ്താദ് ഇങ്ങോട്ട് വിളിക്കും, ഓ ഇന്ന് നിങ്ങളെ വീട്ടിലല്ലേ നോമ്പുതുറ സൽക്കാരമുള്ളത്, ഇത് കാലങ്ങളായി
എന്റെ വെല്ലുമ്മയും എന്റെ വാപ്പയും നിർവഹിച്ചു വന്നതാണ്. റബീഉൽ അവ്വൽ ഒന്ന് വരുമ്പോൾ അങ്ങോട്ട് ചോദിക്കുന്നതിനു പകരം ഉസ്താദ് ഇങ്ങോട്ട് വിളിക്കും കാലങ്ങളായി കൊടുത്തു വരുന്നതാണ്. ഇതുപോലെ എന്റെ മക്കൾക്ക് എന്നെ കുറിച്ച് പറയാനൊക്കുമോ? പോയി വീട്ടിലേക്ക് തിരിച്ചു വന്നാലും സുബഹിക്ക് പള്ളിയിലുണ്ടാവാറുണ്ടെന്നേ എന്റെ ശിഷ്യന്മാർക്ക് എന്നെ കുറിച്ച് പറയാൻ കഴിയുമോ? എന്റെ മക്കൾക്ക് പറയാൻ കഴിയുമോ? ഉമ്മമാരെ, ഏത് സമയമാണെങ്കിലും ചുണ്ടിയുള്ളപ്പോഴാണെങ്കിലും അല്ലാത്തപ്പോഴാണെങ്കിലും എന്റെ ഉമ്മ സുബഹിയുടെ മുമ്പ് എഴുന്നേറ്റിട്ട് ഖുർആൻ ഓതാൻ പറ്റുന്ന സമയങ്ങളിൽ ഖുർആൻ ഓതാറുണ്ട്. അല്ലെങ്കിൽ ദിക്റുകളും മറ്റ് ഔറാദുകളും നിർവഹിക്കാറുണ്ട് എന്ന് നമ്മളെ കുറിച്ച് നമ്മളെ മക്കൾ പറയുമോ? മഗ്‌രിബിന്റെ ഇടയിൽ പഴയകാലത്തെ ഉമ്മമാരൊറ്റ കുട്ടിയും അവർക്ക് ഹോംവർക്ക് ഒരു പ്രശ്നമല്ല, അവർക്ക് തയ്യിൽ മെഷീൻ ഒരു പ്രശ്നമല്ല, അവർക്ക് അസൈൻമെന്റ് ഒരു പ്രശ്നമല്ല, അവർക്ക് പ്രൊജക്ട് ഒരു പ്രശ്നമല്ല. മഗ്‌രിബിന്റെ ഇടയിൽ തബാറക സൂറത്ത് ഓതാത്ത ഏത് വീടാണ് ഉണ്ടായിരുന്നത്? നമുക്ക് അങ്ങനെ ഒരു ധൈര്യം പറയാനൊക്കുമോ? നമ്മളെ തലമുറയെ നമ്മൾ കുറ്റം പറയുമ്പോൾ, നമ്മളെ തലമുറയെ നമ്മൾ ഇകഴ്ത്തി പറയുമ്പോൾ അവരാരെ കണ്ടിട്ടാ പഠിക്കേണ്ടത്? എന്നെ കണ്ട് എന്റെ തലമുറക്ക് പഠിക്കാൻ കഴിയുമോ? ഉമ്മമാരെ, നിങ്ങളെ കണ്ടിട്ട് നിങ്ങളെ മക്കൾക്ക് പഠിക്കാൻ കഴിയുമോ? സുബ്ഹാനല്ലാഹ്, ഞാനിനിയും പറഞ്ഞു നീട്ടിക്കൊണ്ടുപോവുകയില്ല, അവസാനിപ്പിക്കട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് വഫാത്തിന്റെ ഏകദേശം 4 ദിവസങ്ങൾക്ക് മുൻപ് അവിടുന്ന് മസ്ജിദുൻ നബവിയിലേക്ക് വെച്ച് 2 സ്വഹാബിമാരെ ചുമലിൽ കൈവച്ചു വരികയാണ്. എന്നിട്ട് ആ മിമ്പറിന്റെ മുകളിൽ കയറിയിട്ട് അവിടുന്ന് ഒരു പ്രഭാഷണം നടത്തുന്നുണ്ട്. ഓ ജനങ്ങളെ, സാധാരണ സ്വഹാബത്തിനെ അഭിസംബോധന ചെയ്യാറുള്ള നബിതങ്ങൾ, സാധാരണ മുഅ്മിനീങ്ങളെ വിളിക്കാറുള്ള നബിതങ്ങൾ ഇത്തവണ വിളിക്കുന്നതോ ജനങ്ങളെ, ഇനി ഞാൻ നിങ്ങളെ മുമ്പിൽ ഒരു വഅദ് പറയൂല, ഇതെന്റെ അവസാനത്തെ പ്രഭാഷണമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് എന്നിട്ട് ജനങ്ങളോട് ചോദിക്കുകയാണ്, ഓ പ്രിയപ്പെട്ട ജനങ്ങളെ, ഈ 63 കൊല്ലക്കാലത്തിനിടയിൽ ഞാൻ ഇതുവരെ എന്റെ ശരീരം കൊണ്ട് നിങ്ങളെ ശരീരം വേദനിച്ചിട്ടുണ്ടോ? ഞാൻ നിങ്ങളാരെങ്കിലും അടിച്ചിട്ടുണ്ടോ? വേദനിപ്പിച്ചിട്ടുണ്ടോ? ചോദിക്കുന്നത് തന്റെ മുമ്പിൽ തടിച്ചുകൂടിയ 10,000 കണക്കിന് സ്വഹാബത്ത് മാത്രമല്ല, തന്റെ പള്ളിയുടെ നേരെ മതിലിനപ്പുറം 9 മറകൾക്കുള്ളിൽ 9 ഭാര്യമാരിയ്ക്കുന്നുണ്ട്. ആ ഭാര്യമാരെ മുഴുവൻ മുമ്പിൽ വെച്ചാ ചോദിക്കുന്നത്, അല്ലയോ ഞാൻ നിങ്ങളാരെങ്കിലും അടിച്ചിട്ടുണ്ടോ? കുട്ടിയും എഴുന്നേൽക്കുന്നില്ല. ഒരാൾക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പരാതി പറയാനില്ല. അപ്പോഴാണ് രണ്ടാമത്തെ ചോദ്യം, അല്ലയോ ജനങ്ങളെ, ഞാൻ നിങ്ങളോട് പല രൂപത്തിൽ കളക്ഷൻ നടത്തിയിട്ടുണ്ട്. പല പെൺകുട്ടികളുടെയും ആൺകുട്ടികളുടെയും വിവാഹം നടത്താൻ വേണ്ടി പിരിവെടുത്തിട്ടുണ്ട്, പള്ളി ഉണ്ടാക്കാൻ വേണ്ടി കളക്ഷൻ നടത്തിയിട്ടുണ്ട്, പള്ളി വികസിപ്പിക്കാൻ വേണ്ടി പിരിവെടുത്തിട്ടുണ്ട്, അങ്ങനെ പല ആവശ്യങ്ങൾക്ക് വേണ്ടിയും കളക്ഷൻ നടത്തിയിട്ടുണ്ട്. അങ്ങനെ ഏതെങ്കിലും ഒരു കളക്ഷൻ നടത്തിയതിൽ നിന്ന് ഒരു നയാ പൈസ ഞാൻ അന്യായമായി പറ്റിയിട്ടുണ്ടോ? ഏതു കാലത്താ ഞാൻ
ഞാനിത് ചോദിക്കുന്നത്. എത്രയേരാണ് സുബ്ഹാനല്ലാഹ്. കഴിഞ്ഞ 2-3 ആഴ്ച മുൻപ് ഒരു കുടുംബം വന്നിട്ട് സങ്കടം പറയാണ്, 60 പവൻ സ്വർണം എടുത്തു കൊടുത്തു ഉസ്താദേ, ഇപ്പൊ അയാളൊരു വിവരവും കിട്ടാനില്ല. എത്രയൊക്കെ ബുദ്ധി വികസിച്ചു എന്ന് നമ്മൾ പറഞ്ഞാലും, നമ്മളൊക്കെ വലിയ ബുദ്ധിമാന്മാരാണെന്ന് സാക്ഷ്യം പിടിച്ചാലും, ഉസ്താദുമാർക്കൊക്കെ തിരിയാത്തവരാണെന്ന് പറഞ്ഞാലും, എത്ര വലിയ വിഡ്ഢിത്തരമാണ് ചെയ്യുന്നത്. 100 പവൻ വരെ കൊടുത്തവരുണ്ട്, 50ഉം 70ഉം ഒക്കെ ലക്ഷങ്ങൾ കൊടുത്തവരുണ്ട്. സ്വന്തം വീട് തന്നെ വിൽപ്പനക്ക് വെച്ചിട്ട് പണം കൊടുത്ത ബുദ്ധിജീവികളില്ലേ? എന്റെ 1 ലക്ഷത്തിന് 5000 കിട്ടൂന്ന് പറയുമ്പോൾ അങ്ങനെ പറഞ്ഞാൽ അത് പലിശയാണെന്ന് അറിയാത്തവരാരാണുള്ളത്? അങ്ങനെ പറഞ്ഞാൽ പലിശയാണെന്ന് നിശ്ചയമില്ലാത്തവരാരാണുള്ളത്? അതിൽ തലപ്പാവ് ധരിച്ചവര് വരെ പെട്ടുപോകുന്നു. അഥവാ ദുനിയാവിന്റെ വിഷയത്തിൽ അന്നദുറു ഇലാ മൻ ഫൗഖഹു ഫിദ്ദുനിയാ. ഞാനിപ്പോൾ ഒരു കോമിറ്റ് വണ്ടിയിൽ ഇങ്ങനെ പോകുമ്പോൾ എന്നെ പോലെ പ്രസംഗിക്കാൻ പോകുന്ന പലരും അവർ ഇന്നോവ ക്രിസ്റ്റയിലാ പോകുന്നത്, അവർ ബെൻസിലാ പോകുന്നത്, ഫോർച്യൂണറിലാണ് അവർ യാത്ര ചെയ്യുന്നത്. എന്നാ പിന്നെ എന്തേ എനിക്കും ഒരു ഇന്നോവ ആക്കിക്കൂടാ? എന്തേ എനിക്കും ലോണിന് വണ്ടി കിട്ടാനില്ലേ? അങ്ങനെ ഞാൻ ചിന്തിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ സമൂഹം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം. ഞാൻ എന്നെക്കാൾ മുകളിലേക്ക് നോക്കുകയാണ്. അപ്പോൾ പിന്നെ കൊടുക്കുന്ന ആളെ കുറിച്ച് അന്വേഷിക്കുന്നില്ല, അതിന്റെ ഇസ്ലാമിക വിധിവിലക്കുകളെ കുറിച്ച് അന്വേഷിക്കുന്നില്ല. സുബ്ഹാനല്ലാഹ്. സംഘടനയിൽ സെക്ടറിലോ ഡിവിഷനിലോ സോണിലോ അല്ലെങ്കിൽ ജില്ലയിലോ സ്റ്റേറ്റിലോ അല്ലെങ്കിൽ നേതാക്കന്മാരെ കൂടെ 4 യാത്ര ചെയ്തിട്ട് അത് ഫോട്ടോ പിടിച്ച് സോഷ്യൽ മീഡിയകളിൽ പബ്ലിസിറ്റി നേടിയിട്ട് അത് വെച്ച് പാവപ്പെട്ട സംഘടനാ പ്രവർത്തകരെ വഞ്ചിക്കുന്നവരില്ലേ? അല്ലാഹുവിന്റെ ദീനും വിറ്റിട്ട് കടന്നിട്ട് അതാ മറ്റുള്ളവരെ പണം കൊണ്ട് ജീവിക്കുന്നവരില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെന്ന ലീഡർ അവിടുന്ന് ചോദിക്കുകയാണ്, പല പിരിവും നടത്തിയിട്ടില്ലേ? 1 രൂപയെങ്ങാനും അന്യായമായി പറ്റിയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഹാദാമാലി, എന്റെ സ്വത്ത് നിങ്ങളെ മുമ്പിൽ വെച്ചു തരാം, എടുത്തോളൂ ജനങ്ങളെ. വലിയ സമ്പന്നനായതുകൊണ്ടല്ല, വഫാത്തിന്റെ സമയത്തും കടക്കാരനാണ്, ധനം പണയത്തിലാണ്. പണയെന്ന് കേൾക്കുമ്പോഴേക്ക് ഭാര്യയ്ക്ക് മിസ്കോൾ അടിക്കണ്ട, അത് ഈ നമ്മളെ മറ്റേ പണയമല്ല, പലിശക്ക് പണയം വെക്കുന്ന പരിപാടിയല്ല. ഞാൻ പറഞ്ഞു വന്നത് അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലീഡർ എങ്ങനെയാണ് ആവേണ്ടതെന്ന് പഠിപ്പിക്കുകയാണ്, റോൾ മോഡലാവുകയാണ്. ഞാനൊരു രൂപയും എടുത്തിട്ടില്ലെന്ന് ജനങ്ങളെ മുമ്പിൽ കട്ടായം പറയുകയാണ്. ആരും എഴുന്നേൽക്കുന്നില്ലെന്ന് കണ്ടപ്പോൾ മുത്തുനബിയുടെ 3ാമത്തെ ചോദ്യം, അല്ലയോ ജനങ്ങളെ, 63 വർഷക്കാലത്തിനിടയിൽ എന്റെ നാക്കുകൊണ്ടോ എന്റെ പ്രവൃത്തി കൊണ്ടോ നിങ്ങൾ അഭിമാനത്തിന് ക്ഷതം വന്നിട്ടുണ്ടോ? വല്ലാത്തൊരു ചോദ്യമാണ്. മുത്തുനബി ഒരു സാധാരണ മനുഷ്യരല്ലല്ലോ. 63 വർഷക്കാലത്തിനിടയിൽ അവിടുന്ന് വഹിക്കാത്ത ജീവിതത്തിന്റെ ചുമതലകൾ ഏതാണുള്ളത്? ഒരുപാട് പേരുടെ തോട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈന്തപ്പന മരങ്ങൾക്ക് വെള്ളം കോരിയിട്ട് വെള്ളം നനച്ചിട്ടില്ലേ? എത്രയോ പേര് ആടുമാടുകളെ മേച്ചു കൊടുത്ത് ഇടയനായി ജോലി ചെയ്തിട്ടില്ലേ? എത്രയോ പേരുടെ സ്വത്തുക്കൾ ശാമിലും മറ്റു വലിയ വിദൂര ദിക്കുകളിൽ പോയി കച്ചവടം നടത്തിയിട്ട് ലാഭം കൊയ്ത് കൊണ്ടുവന്നിട്ടില്ലേ? 9 ഭാര്യമാർക്ക് വഫാത്തിന്റെ സമയത്തും ഭർത്താവല്ലേ? മൊത്തത്തിൽ 11 ഭാര്യമാർക്ക് ഭർത്താവാണ്.
7 കുട്ടികൾക്ക് മുത്തുനബി വാപ്പയാണ്, 2 കുട്ടികൾക്ക് റസൂലുള്ള ഉപ്പാപ്പയാണ്, ഒരു പള്ളിയിലെ ഇമാമാണ്, ഖാദിയാണ്, ജഡ്ജിയാണ്, ഒരു ഇസ്ലാമിക റിപ്പബ്ലിക്കിന്റെ ഭരണാധികാരിയാണ്, എത്രയോ പേർക്ക് അയൽവാസിയാണ്. അങ്ങനെ തുടങ്ങി അല്ലാഹുവിന്റെ ഹബീബ് വഹിച്ച ചുമതലകൾ എത്രയാണ്, എല്ലാം കൂടെ വിവരിക്കാൻ ഇവിടെ സമയമില്ലല്ലോ. അങ്ങനത്തെ മുത്തുനബിയാ ചോദിക്കുന്നത്, എന്റെ ഒരു വാക്കുകൊണ്ടോ ഒരു പ്രവൃത്തി കൊണ്ടോ നിങ്ങൾക്ക് വല്ല വിഷമവും വന്നിട്ടുണ്ടോ? ക്യാപ്റ്റൻസി എങ്ങനെയാണെന്ന് പഠിപ്പിക്കുകയാണ്, ഭർത്താവ് ഭാര്യയ്ക്ക് മുമ്പിൽ എങ്ങനെയാവണമെന്ന് പഠിപ്പിക്കുകയാണ്. അനങ്ങിയാൽ നിന്റെ ഉമ്മാന്റെ സ്വഭാവം എനിക്കറിയാടി, നിന്റെ വാപ്പ ഇങ്ങനെ തോന്നല്ലേ, നിന്റെ ആങ്ങളമാരുടെ സ്വഭാവം ഇങ്ങനെയല്ലേ, നിന്റെ കുടുംബത്തിന്റെ കഥ ഇന്നതല്ലേ. ഇങ്ങനെ അവളെ അഭിമാനത്തിന് ക്ഷതം വരുത്തുന്ന ഭർത്താവാണോ നീ? എന്ത് റസൂലുള്ളാഹിന്റെ അനുഭാവിയാണ്? അനങ്ങിയാൽ അയൽവാസിയുടെ വീട്ടിലേക്കുള്ള വഴി തടയുന്നവനാണോ? അവനുള്ള വെള്ളം തടയുന്നവനാണോ? ഞാൻ ഈ അടുത്തൊരു മുക്കം ഭാഗത്തൊരു പ്രഭാഷണത്തിന് ചെന്നപ്പോൾ സുബ്ഹാനല്ലാഹ് വലിയൊരു വീട് വെച്ച് കിട്ടിയിട്ടുണ്ട്. പക്ഷേ വീട്ടിലേക്ക് ഇപ്പോഴും വെളിച്ചം ലഭിച്ചിട്ടില്ല. എന്താണ് കാര്യം അന്വേഷിക്കുമ്പോൾ ഒരു ഈ സ്റ്റേജിന്റെ മൂല പോലെ ഇലക്ട്രിസിറ്റിയുടെ വയറ് കമ്പി പോകാനുള്ള ഒരു ചെറിയ സ്ഥലം അത് അയൽവാസി വിട്ടുകൊടുത്തിട്ടില്ല. മരിക്കുമ്പോൾ എങ്ങോട്ടാ നമ്മൾ ഇതൊക്കെ കൊണ്ടുപോകുന്നത്? സുബ്ഹാനല്ലാഹ്, നമ്മുടെ കീശയിലും മെമ്പർഷിപ്പ് പലതും ഉണ്ടാകും, നമ്മളെ സ്റ്റാറ്റസിലും പച്ചക്കുപ്പയാകും, നമ്മുടെ ഡിപിയിലും അല്ലാഹുവിന്റെ ഹബീബിന്റെ മദ്ഹാവും. ഇതാരെ ബോധിപ്പിക്കാനാ? നിന്റെ അയൽവാസിയെ വിഷമിപ്പിക്കുന്നവനാണോ നീ? നീ പിന്നെ എന്ത് മുത്തുനബിയുടെ അനുഭാവിയാണ്? വീട്ടിലേക്കൊരു പിരിവുകാരൻ വരുമ്പോൾ ഓടിപ്പിടഞ്ഞെണീറ്റ് വീടിന്റെ ഉള്ളിലേക്ക് ചെന്ന് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും ചെറിയ നാണയത്തൊട്ട് വിളിച്ചാൽ അനുസരിക്കുന്ന കുട്ടികളിൽ ഏറ്റവും ചെറുതിനെ വിളിച്ച് ആ നാണയത്തൊട്ട് വന്ന പിരിവുകാരന് കൊടുത്തിട്ട് ജനലിന്റെ ഉള്ളിലൂടെ ഗ്ലാസിലൂടെ ഇടിച്ചു കാട്ടുന്ന നമ്മളില്ലേ, നമ്മൾ എന്തൊരനുഭാവിയാണ്? നമ്മൾ റസൂലുള്ളാഹിന്റെ ആളാവുമോ? സുബ്ഹാനല്ലാഹ്, ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു അവിടുത്തെ അയൽവാസിയായ ജൂതൻ തന്റെ വീട് വിൽപ്പനയ്ക്ക് വെക്കുകയാണ്. വില അന്വേഷിക്കുമ്പോൾ യഥാർത്ഥ വിലയേക്കാൾ ഇരട്ടിയാണ് വില പറയുന്നത്. എന്റെ മനുഷ്യ, നിങ്ങളുടെ വീടിന് ഇത്ര വിലയില്ലല്ലോ. അറിയാം, എന്റെ വീടിന്റെ വില 1 ലക്ഷമാണ് ഉദാഹരണം പറഞ്ഞാൽ. പക്ഷേ എന്റെ വീടിന് 2 ലക്ഷം കിട്ടണം. എന്റെ വീടിന്റെ വില 1 ലക്ഷമാണ്. പക്ഷേ എന്റെ അയൽവാസി ഇബ്രാഹിം ഇബ്നു അദ്ഹമാണ്. അങ്ങനെ അയൽവാസിയെ വേണോ? 2 ലക്ഷം തന്നേ പറ്റൂ. നമ്മൾ അയൽവാസിയും വീട് വിൽപ്പനയ്ക്ക് വെക്കുകയാണ്. ഉസ്താദേ, വീട് വാങ്ങാൻ ഒരു 50 ലക്ഷമായിട്ടുണ്ട്, സ്ഥലത്തിന് വേറെയും പണം കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ 25 ലക്ഷം കിട്ടിയാലും വേണ്ടിയില്ല, ഇവിടെ ഒന്ന് പോയി കിട്ടിയാൽ മതി എന്നാ നമ്മുടെ അയൽവാസിയുടെ ഭാഷ്യം. നമ്മളും ഒരു മുസ്ലിമാണ്, നമ്മളും സ്വലാത്ത് ചൊല്ലുന്നവരാണ്, നമ്മളും നബിദിനത്തിന് ഘോഷയാത്രയിൽ പങ്കെടുക്കുന്നവരാണ്. നമ്മൾ റസൂലുള്ളാഹിനെ ആരെങ്കിലും വാട്സപ്പിലോ ഫേസ്ബുക്കിലോ കുറ്റം പറഞ്ഞാൽ അതിന്റെ അടിവേരടക്കം തെറി പറഞ്ഞ് പൂഴ്ത്തുന്നവരാണ്. നമ്മളെ ആദർശം എവിടെയാണ്? മുത്തായ തങ്ങളെ ചോദ്യം നോക്കൂ നിങ്ങൾ. ആർക്കെങ്കിലും ഞാൻ കാരണം മനസ്സ് വേദനിച്ചിട്ടുണ്ടോ? ഒരാൾക്കും ഉത്തരം പറയാനില്ല. അപ്പോഴാണ് തിരുദൂതരുടെ മൊഴി, ഓ ജനങ്ങളെ, നാളെ ഇവിടെ നിന്ന് പിരിഞ്ഞതിന് ശേഷം പറയരുത് എനിക്കൊരുപാട് പറയാനുണ്ടായിരുന്നു, പക്ഷേ മുത്തുനബിയല്ലേ, തങ്ങളെങ്ങാനും നിർത്തു പോകുമോ എന്ന് പേടിച്ചിട്ട് മിണ്ടാതിരുന്നതാണ്. അങ്ങനെ പറയരുത് കേട്ടോ. ഞാനൊരാളെയും
വെറുക്കൂല. അങ്ങനെ വെറുക്കുന്നൊരു സ്വഭാവം എനിക്കില്ല. ഇല്ല. പറഞ്ഞോ ജനങ്ങളെ, ഒരാളും എഴുന്നേൽക്കുന്നില്ലെന്ന് കണ്ടപ്പോൾ മുത്തുനബിയുടെ അടുത്ത അവകാശം, ജനങ്ങളെ നിങ്ങൾക്ക് എന്റെ ഇഷ്ടം വേണോ? സ്വഹാബത്ത് അതിനു വേണ്ടിയാണ് ജീവിച്ചത്. അവരതിനു വേണ്ടിയാണ് അവരെ സമയം ചെലവഴിച്ചത്. മുത്തുനബിയുടെ വീടിന്റെ പുറത്ത് മാസങ്ങളോളം ഒരാൾ ഇങ്ങനെ ഉറക്കമൊഴിച്ചു കാത്തു നിൽക്കുകയാണ്. എന്തിനാണെന്നറിയുമോ? തങ്ങളേത് സമയത്താണ് എഴുന്നേൽക്കുന്നതെന്ന് ഖാദിമീങ്ങൾക്കറിയാം. അവരപ്പോഴേക്ക് സജ്ജമായ റസൂലുള്ളാഹിന്റെ ഖിദ്മത്തിന് വേണ്ടി വരും. പക്ഷേ അസമയത്തെങ്ങാനും എഴുന്നേറ്റാൽ, മുത്തുനബി എങ്ങാനും അസമയത്ത് എഴുന്നേറ്റാൽ, എനിക്ക് റസൂലുള്ളാഹിക്ക് ഒരൽപ്പം വെള്ളം കൊടുക്കാമല്ലോ. അപ്പൊ ഖാദിമീങ്ങൾ ആരും ഉണ്ടാവില്ലല്ലോ. അങ്ങനത്തെ സ്വഹാബത്തെ തങ്ങളോട് തങ്ങൾ ചോദിക്കുകയാണ്, എന്റെ ഇഷ്ടം വേണോ? യുദ്ധം ഉഹുദ് രണാങ്കണത്തിൽ പോരാട്ടം കനക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ചുറ്റും സ്വഹാബത്ത് വലയം ചെയ്തിട്ടുണ്ട്. അങ്ങനെ നബി തങ്ങൾ ഇങ്ങനെ ഏന്തിയിട്ട് തലയിട്ട് പുറത്തേക്ക് നോക്കിയപ്പോൾ സ്വഹാബി പറയുന്നു, നോക്കല്ലേ നബിയേ, അമ്പ് വരുന്നുണ്ട് തങ്ങളെ. അപ്പോഴാ സ്വഹാബിയുടെ ശരീരത്തിൽ 16ഓളം അമ്പുകൾ തറച്ചു നിൽക്കുന്നുണ്ട്. അപ്പോഴും പറയുന്നു, നബിയെ നോക്കല്ല, അങ്ങയുടെ ശരീരത്തിലെങ്ങാനും അമ്പു തറച്ചു കയറിയാൽ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ഹിറാ ഗുഹയുടെ ഉള്ളിൽ മുത്തുനബി മടിയിൽ കിടക്കുമ്പോൾ പാമ്പ് കുത്തിയിട്ട് കണ്ണിൽ നിന്ന് കണ്ണുനീരിങ്ങനെ ഒഴുകുമ്പോ എന്തിനാ കരയുന്നത് സിദ്ദീഖേ? അപ്പോഴും സിദ്ദീഖ് തങ്ങൾക്ക് 2 മറുപടിയാണ്. ഒന്നാമത്തെ മറുപടി, നബിയേ എന്നോട് പൊറുക്കുമോ നബിയേ? അങ്ങയുടെ ഉറക്കം നഷ്ടപ്പെട്ടു പോയല്ലേ നബിയേ? രണ്ടാമത്തെ മറുപടി, അത് പാമ്പു കടിച്ചതാണ്. ഈ സ്നേഹത്തിന് മുമ്പിൽ നമുക്കെന്തു പറയാനുണ്ട്? സ്വഹാബത്തിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, എന്റെ ഇഷ്ടം വേണോ? വേണമെങ്കിൽ പറയൂ, എന്നോട് പ്രതികാരം ചോദിക്കൂ. ഒരൊറ്റ കുട്ടിയും എഴുന്നേൽക്കുന്നില്ല. അപ്പൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സെന്റിമെന്റ്സിന്റെ ഏറ്റവും താഴ്ന്ന തട്ടി, ഓ പ്രിയപ്പെട്ട സ്വഹാബാ, നിങ്ങൾക്ക് പകരം വേണ്ടെങ്കിൽ പകരം വാങ്ങണ്ട. ഒന്നെഴുന്നേറ്റു നിന്നിട്ട് പറ, തങ്ങളെ ഞങ്ങൾ അടിച്ചിട്ടുണ്ട്, പക്ഷേ അതൊന്നും ഞങ്ങൾക്ക് പ്രശ്നമല്ല. ഞങ്ങളെ മുത്തുനബിയല്ലേ, ഞങ്ങൾ പൊരുത്തപ്പെട്ടിട്ടുണ്ട് നബിയേ. അങ്ങ് ഞങ്ങളെ ചീത്ത പറഞ്ഞിട്ടുണ്ട്, വിഷമിപ്പിച്ചിട്ടുണ്ട്, ഞങ്ങളെ സ്വത്ത് തങ്ങൾ എടുത്തിട്ടുണ്ട്, പക്ഷേ അതൊന്നും പ്രശ്നമല്ല. ഞങ്ങൾ പൊരുത്തപ്പെട്ടു നബിയേ. അതെങ്കിലും ഒന്ന് എഴുന്നേറ്റു നിന്നു പറയൂ ജനങ്ങളെ. അപ്പോഴും ആരും എഴുന്നേൽക്കുന്നില്ലെന്ന് കണ്ടപ്പോൾ അവസാനം മുത്തുനബി പറഞ്ഞൊരു വാക്കുണ്ട്, ഓ മുഅ്മിനീങ്ങളെ, നമ്മളൊക്കെ നമ്മളെ ബെഞ്ചിൽ ഡെസ്കിൽ എഴുതി വെക്കേണ്ട ഒരു വചനമാണ്. ഓ ജനങ്ങളെ, നാളെ അല്ലാഹുവിന്റെ മുമ്പിൽ വരുമ്പോ നിങ്ങൾ എനിക്ക് സാക്ഷി നിൽക്കുമോ? ഞാൻ നിങ്ങളെ അടിച്ചിട്ടില്ലെന്നതിന്, ഞാൻ നിങ്ങളെ സ്വത്തെടുത്തിട്ടില്ലെന്നതിന്, ഞാൻ നിങ്ങളെ മനസ്സു വേദനിപ്പിച്ചിട്ടില്ലെന്നതിന് നിങ്ങളെനിക്ക് സാക്ഷി നിൽക്കുമോ? നാളെ റബ്ബിനെ കാണുമ്പോൾ ഒരു അക്രമിയായി എന്റെ റബ്ബിനെ കണ്ടുകൂടാ. ആരേ സ്വർഗത്തിന്റെ ഉദ്ഘാടകനായ സയ്യിദുൽ വജൂദ് റഹ്മത്തുൽ ലിൽ ആലമീൻ
ത്വാഹ റസൂലുള്ളാഹ്. നമുക്കും മരിക്കണ്ടേ ഉപ്പമാരെ, നമുക്കും മരിക്കണ്ടേ ഉമ്മമാരെ, ചെറുപ്പക്കാരെ, നമുക്ക് ചെറിയ പ്രായമല്ലേ ആയിട്ടുള്ളൂ, മരിക്കൂല എന്ന് ധൈര്യമുണ്ടോ? എത്ര പേരാണ് മരിച്ചുപോയത്, എത്ര പേരാണ് രോഗികളായി കിടക്കുന്നത്, എത്ര പേരാണ് ആക്സിഡന്റുകളിൽ പെട്ടത്, എത്ര പേരാണ് ക്യാൻസർ ബാധിച്ചത്, എത്ര പേരാണ് ഒരു കാരണവും പറയാനില്ല. അപ്പൊ പിന്നെ നമ്മളൊരു പേര് പറഞ്ഞു, സൈലന്റ് അറ്റാക്ക് ആണത്രേ. അങ്ങനെ നമ്മളൊരു നാമകരണം നൽകിയതാണ്. അങ്ങനെ എത്ര പേര് മരിച്ചുപോയി. നമ്മൾ അല്ലാഹുവിന്റെ മുമ്പിൽ വരുമ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ പറയാൻ വേണം. റബ്ബേ, നിസ്കാരം ഖളാക്കാറില്ല, പടച്ചോനെ ഞങ്ങളൊരു 100 സ്വലാത്തെങ്കിലും ചൊല്ലാറുണ്ട്. അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ചെറിയ ചെറിയ സുന്നത്തുകള്, ചെരുപ്പ് ധരിക്കുമ്പോ വലതുകാല് മുന്തിക്കൽ, ചെരുപ്പ് അഴിക്കുമ്പോ ഇടതുകാല് മുന്തിക്കൽ. എപ്പോഴും എന്റെ കയ്യിൽ ഒരു ആറാക്കുണ്ട്, ഞാൻ നിസ്കരിക്കുമ്പോ വെറുതെ ഒന്ന് മിസ്വാക്ക് ചെയ്യാറുണ്ട്. അങ്ങനെ മിസ്വാക്ക് ചെയ്തിട്ട് നിസ്കരിച്ചാൽ ഒരു റക്അത്തിന് 70 റക്അത്തിന്റെ കൂലിയുണ്ടെന്നല്ലേ, ഒരു ഹദീസിൽ 100 റക്അത്തിന്റെ കൂലിയുണ്ടെന്നല്ലേ. അപ്പൊ ദുഹർ നിസ്കരിച്ചാൽ 400 റക്അത്തിന്റെ കൂലിയല്ലേ. അങ്ങനെ എന്തെങ്കിലും ഒരു സുന്നത്ത് ഞാൻ എന്റെ ജീവിതത്തിൽ പകർത്താറുണ്ട്. ഞാൻ ആരെ കണ്ടാലും സലാം പറയാറുണ്ട്, ആര് സലാം പറഞ്ഞാലും മടക്കാറുണ്ട്. മടക്കുമ്പോൾ വഅലൈക്കുമുസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു, ഇങ്ങനെ ഞാൻ ചേർത്തു പറയാറുണ്ട്. ഇങ്ങനെ നമുക്ക് റസൂലുള്ളാഹിനോടൊരു ബന്ധം വേണം. നമ്മൾ ഒരു റോൾ മോഡലാകണം, നമ്മളെ താടി മോഡലാകണം, നമ്മളെ തുണി മോഡലാകണം. നമ്മൾ നെരിയാണിക്ക് മുകളിലെ താഴേക്ക് വസ്ത്രം ധരിക്കുന്ന ഉപ്പമാരാവരുതേ, മുട്ടിന് മുകളിൽ മടക്കി കുത്തുന്ന ഉപ്പമാരാവരുതേ. പള്ളിയിൽ വരുന്നവരോട് അതാ എപ്പോഴും കശപിശ പറയുന്ന ഉപ്പമാരാവരുതേ. ചെറുപ്പക്കാരെ ശകാരിക്കുന്ന ഉപ്പമാരാവരുതേ. മുതിർന്നവരെ ബഹുമാനിക്കാത്ത ചെറുപ്പക്കാരാവരുതേ. ഉസ്താദുമാരെ ആദരിക്കാത്ത ശിഷ്യന്മാരാവരുതേ. ഉമ്മാനെയും വാപ്പാനോടും ഉച്ചത്തിൽ സംസാരിക്കുന്ന മക്കളാവരുതേ. അമ്മായിമ്മയെ പരിഗണിക്കാത്ത മരുമകളാവരുതേ. മരുമകളെ സ്നേഹിക്കാത്ത അമ്മായിമ്മമാരാവരുതേ. ഭർത്താവിനെ കെയർ ചെയ്യാത്ത, ഭർത്താവിനെ അനുസരിക്കാത്ത ഭാര്യമാരാവരുത്. ഭാര്യമാരെ തൊട്ടതിനൊക്കെ ചീത്ത പറയുന്ന ഭർത്താവാകരുത്. ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്ന എല്ലാ റോൾ മോഡലുകളും നമ്മളെ ജീവിതത്തിൽ ഒന്ന് ഇമിറ്റേറ്റ് ചെയ്യാനുള്ള ശ്രമമെങ്കിലും നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടാവണേ. അങ്ങനെ മുത്തുനബിയോട് അടുക്കണം, അവിടത്തോട് സ്വലാത്ത് ചൊല്ലി അടുക്കാൻ കഴിയും. അതിന് ഇനിയും ഒരുപാട് ഉദാഹരണങ്ങൾ പറയാനുണ്ട്. സമയം ഇനി നീട്ടിക്കൊണ്ടുപോയാൽ ശരിയാകൂലെന്ന് വിചാരിച്ചിട്ട് അവസാനിപ്പിക്കണം. ഇങ്ങനെ സദസ്സിരിക്കാണ്ട് അങ്ങനെ പറയും, നല്ല മൈക്കാണില്ല, മൈക്കിന്റെ പരസ്യം പറഞ്ഞ പൈസ കുറച്ച് കൊടുക്കുമല്ലോ അല്ലേ. ഏതായാലും അൽഹംദുലില്ലാഹ് ബർക്കത്ത് ചെയ്യട്ടെ. പറഞ്ഞു ഞങ്ങളൊക്കെ ഞാനും സദസ്സുമായിട്ടല്ല യുദ്ധമുണ്ടായിരുന്നു, മൈക്കും ഞാനുമായിട്ടാണ്. ഏതായാലും നല്ല പറഞ്ഞു വന്നത്. അങ്ങനെ നല്ലൊരു മജ്‌ലിസ് അല്ലാഹു ഈ ബറക്കത്തുള്ളവർക്ക് നാട്ടിൽ നിലനിർത്തി തരട്ടെ. ഇതൊരു വലിയ സന്തോഷമാണ്. എല്ലാ ആളുകളും ഇനി കുറെ ആൾക്കാർ വരാനുണ്ടാകും, എന്നാലും ഇത്രയും മജ്‌ലിസ് ഹബീബായ മുത്തുനബിയോടുള്ള മഹബ്ബത്ത് അല്ലാതെ എല്ലാ വെള്ളിയാഴ്ചയും കാണാൻ എന്നെ കാണാൻ ഇങ്ങനെ വരില്ല എന്ന് എനിക്കറിയാം. എന്തായാലും മുത്തുനബിയോട് ഇഷ്ടം കാണും ധാരാളം ഉമ്മമാർ. അൽഹംദുലില്ലാഹ്, ഈ ഒരു ഏറ്റവും വലിയ അസറ്റ്, ഈ ഹ്യൂമൻ പവർ, ഇത് നമുക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയണം. നമ്മുടെ നാട്ടിൽ ചാരിറ്റിക്ക് വേണ്ടി, പാവപ്പെട്ടവരെ സഹായിക്കാൻ വേണ്ടി പള്ളിയും മദ്രസയും അതുപോലെ സംവിധാനങ്ങളൊക്കെ ഉഷാറാക്കാൻ, ദർസ് തുടങ്ങാൻ, ഇങ്ങനെ ഈ ഒരു ഏറ്റവും നല്ല ഈ ഒരു ക്യാപിറ്റൽ ധനം ഉപയോഗപ്പെടുത്താൻ പറ്റിയാൽ അല്ലാഹു തആല നമുക്ക് വലിയ ബറക്കത്ത് വരും. ഈ അല്ലാഹു നിലനിർത്തി തരുമാറാവട്ടെ. ഈ പ്രായം ചെന്ന തലമുറയിൽ നിന്ന് നമ്മുടെ ചെറുപ്പക്കാരിലേക്ക് കൈമാറാൻ യാതൊരു ഊർജവും ചോർന്നു പോകാതെ പുതിയ തലമുറയിലേക്ക്
എത്തിക്കാൻ അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാവട്ടെ. നമ്മുടെ മദ്രസ വളർന്ന് പന്തലിച്ച് ദർസും ദഅവാ കോളേജും സ്ഥാപനങ്ങളുമായി നമ്മുടെ നാട്ടിന് വെളിച്ചമായി വളരാൻ കഴിയണം. അതിനൊക്കെ ഈ കൂട്ടായ്മ ഉപയോഗപ്പെടണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ഞാൻ പറഞ്ഞത് നാളെ നടക്കുന്ന റാലിയിൽ നമ്മൾ മുത്തുനബിയുടെ ആളുകളാണ്. ഒരു ബോട്ടിന് മഴയാണെങ്കിലും വേണ്ടിയില്ല, വെയിലായാലും വേണ്ട, ഇടിയായാലും മഴയായാലും എന്തായാലും നമ്മളെല്ലാവരും റാലിയിൽ ഉണ്ടാകണം. ഏറ്റവും ഭംഗിയിൽ നല്ല വെള്ള വസ്ത്രം ധരിച്ച് തൊപ്പി ധരിച്ച് എങ്ങനെയൊക്കെ ഭംഗിയാവാൻ പറ്റുമോ ഇതിനേക്കാൾ ഭംഗിയാവേണ്ട അവസരം വേറെ ഇല്ല. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. എനിക്ക് പങ്കെടുക്കണം നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ നാളെ വഅദ് ദൂരെയാണ്. അതുകൊണ്ട് എന്റെ സ്ഥാപനത്തിനും നാളെ ചെറിയ റാലിയുണ്ട്, അതുകൊണ്ട് വരാൻ പറ്റാത്തത് കൊണ്ടാണ്. ഇൻഷാ അല്ലാഹ് മറ്റൊരവസരത്തിൽ പങ്കെടുക്കും. അത് രസമാണ്. പേരാമ്പ്ര നമ്മുടെ തൊട്ടടുത്തുള്ള മദ്രസയിൽ അവിടെ അനൗൺസ്മെന്റിന് ഞാൻ പറഞ്ഞത് അത് അവരെന്നെ വിളിച്ചിട്ടൊന്നുമല്ല. അതൊരു രസമാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ മദ്ഹ് പറയാൻ അവസരം കിട്ടിയാൽ മരിക്കുന്നത് വരെ പറയണം. മരിക്കുന്നത് വരെ അവിടുത്തെ മദ്ഹ് പാടാൻ വേണം, പറയാനുള്ള അവസരം വേണം. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. നല്ല സ്നേഹമുള്ള ഒരുപാട് ഉമ്മമാര് എപ്പോഴും ഭക്ഷണവും അതുപോലെ എല്ലാ സഹായങ്ങളും സഹകരണങ്ങൾ ധാരാളം ഉമ്മമാരുണ്ട്. എത്രയോ പേര് ദ്വാരക്കാൻ വേണ്ടി ഏൽപ്പിച്ചവരുണ്ട്, കടം കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്, അതുപോലെ പിടിരി രോഗികളായ സഹോദരിമാരുണ്ട്, അവരെ പരിചരിക്കുന്ന ഭർത്താക്കന്മാരുണ്ട്. ഒരുപാട് ആളുകൾ പല വിഷയം പറഞ്ഞു. ഞാൻ എവിടെയും കാണാത്തൊരു പ്രത്യേകം ഇവിടെ കണ്ടത് ഇവിടെ എല്ലാ ദിവസവും ഭക്ഷണം അല്ലേ. അല്ലാഹു നേരത്തെ അതൊക്കെ ഒരു സുന്നത്താണ്. ഞങ്ങള് കുടുംബക്കാരെ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ കുടുംബക്കാരെ ദഅവത്ത് നടത്താൻ വേണ്ടി ആദ്യം സഫ പർവ്വതത്തിലേക്ക് വിളിച്ചപ്പോൾ 3 തവണ ഭക്ഷണം കൊടുത്തു എന്ന് ഈ അടുത്തെവിടെയോ കിതാബിൽ കണ്ടു. അപ്പൊ അതൊരു സുന്നത്താണ്. ആളുകൾ ഒരുമിച്ച് കൂട്ടാൻ ഹിക്മത്തും കൂടിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്ത ചര്യയാണ്. ഇന്നത്തെ ഭക്ഷണം മഹദറയിലേക്കുള്ള ഭക്ഷണം റിയാസ് ഏതായാലും അല്ലാഹു തആല വലിയ ബറക്കത്ത് നൽകുമാറാവട്ടെ. എല്ലാ മാസവും 2500 രൂപ കൊടുക്കുന്നുണ്ട്. അതുപോലെ 35ഓളം കുട്ടികൾക്ക് സമ്മാനം കൊടുക്കുന്നുണ്ട്. ഇന്നത്തെ മജ്ലിസിലേക്ക് ഭക്ഷണവും നൽകിയിട്ടുണ്ട്. അല്ലാഹുവേ, അവരുടെ ബാംഗ്ലൂരിലെ ബിസിനസ്സുകൾ നീ വലിയ ബറക്കത്ത് നൽകണം റഹ്മാനെ. നീ മക്കളെ സ്വാലിഹീങ്ങളാക്കണേ അല്ലാഹ്. 2 ലോകത്ത് ഉപകാരമുള്ള അഖിലുള്ള ഫഹമുള്ള അദബുള്ള അനുസരണയുള്ള ആ ഉപ്പയുടെ പാത പിന്തുടരുന്ന നല്ല മക്കളിൽ പെടുത്തി അനുഗ്രഹിക്കണം റഹ്മാനെ. കച്ചവടങ്ങളിൽ വലിയ ബറക്കത്ത് നൽകണേ അല്ലാഹ്. ഐനിൽ നിന്ന്, ഹാസിദീങ്ങൾ, അസൂയയിൽ നിന്ന്, എല്ലാ മുഫ്തിനീങ്ങൾ ഫിത്നകളിൽ നിന്നും അവരെയും അവരുടെ ബിസിനസ് ഒക്കെ നീ കാക്കണം റഹ്മാനെ. അതുപോലെ തന്നെ നാളത്തെ പരിപാടിയിലേക്കുള്ള മാംസം മുഴുവനും അറഫ കുടുംബമാണ്. അല്ലാഹുവേ, നീ സ്വീകരിക്കണം റഹ്മാനെ. നീ ബറക്കത്ത് കൊടുക്കണം അല്ലാഹ്. ഐശ്വര്യം നൽകണേ അല്ലാഹ്. അവരുടെ ജോലിയിൽ ബിസിനസ്സിലൊക്കെ ബറക്കത്ത് നൽകണം റഹ്മാനെ. മാവട്ടി റാഫി എന്നുള്ള വക 50 കിലോ അരി അല്ലാഹു 2 പേർക്ക് നീ ബറക്കത്ത് കൊടുക്കണം അല്ലാഹ്. ഐശ്വര്യം നൽകണേ അല്ലാഹ്. അവരിൽ നിന്ന് മരിച്ചുപോയ ഖബർ നീ സന്തോഷത്തിലാക്കണേ അല്ലാഹ്. പടച്ചവനെ, മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടത്തോട് ഇഷ്ടം കാരണം 2 ലോകത്തും അവർ നീ വിജയിപ്പിക്കണം റഹ്മാനെ. അതുപോലെ GCCയിൽ പ്രിയപ്പെട്ട പ്രവർത്തകര് അവരുടെ കറണ്ട് ബില്ല് കഴിഞ്ഞാൽ അനുഭവത്ത് വെള്ളിയാഴ്ച വലിയൊരു സംഖ്യ അൽഹംദുലില്ലാഹ് നമ്മുടെ കമ്മിറ്റി ഏൽപ്പിച്ചു. അല്ലാഹു ആരെല്ലാം അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ട് നീ വലിയ ബറക്കത്ത് കൊടുക്കണം അല്ലാഹ്. ഐശ്വര്യം നൽകണം റഹ്മാനെ. ജോലിയിലും കുടുംബത്തിലും സ്വത്തിലൊക്കെ നീ ഹിഫ്ള് നൽകണം റഹ്മാനെ. അതുപോലെ നാളത്തെ പരിപാടിയിലേക്കുള്ള ബാക്കിയുള്ള അരിയും അതുപോലെ അതിലേക്കുള്ള മസാലയും മറ്റുള്ള എല്ലാ ചെലവുകളും ശുഐബ് എന്ന കൂട്ടുകാരൻ അൽഹംദുലില്ലാഹ്
പാറമ്മൽ ശുഐബ് അല്ലാഹു നീ ബറക്കത്ത് നൽകണം റഹ്മാനെ, ഐശ്വര്യം നൽകണം അല്ലാഹ്. അവരുടെ മാതാപിതാക്കൾ ഖബറിലാണ്, അല്ലാഹ് നീ സ്വർഗ്ഗം കൊടുക്കണം റഹ്മാനെ. സ്വർഗീയമായ ഉമ്മയുടെ ഉപ്പയും അല്ലാഹുവർക്കൊക്കെ നീ സ്വർഗ്ഗം നൽകണം റഹ്മാനെ. നീ വലിയ ദറജ നൽകണം അല്ലാഹ്. ജീവിതത്തിൽ ചെയ്ത എല്ലാ നന്മകളും എത്രയോ ഇരട്ടിയായി ഖബറിൽ നീ കാണിച്ചു കൊടുക്കണം റഹ്മാനെ. അതുപോലെ ഒരുപാട് ആളുകളുണ്ട്, പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് ആളുകൾ. നമ്മുടെ പ്രിയപ്പെട്ട ഗഫൂർ ഹാജി, അതുപോലെ തന്നെ അനസ് അലങ്കീർ, അങ്ങനെ തുടങ്ങി ഒരുപാട് ആളുകൾ അല്ലാഹു നീ ആജിലായ ശിഫ നൽകണം റഹ്മാനെ. എന്തും അശക്തത്തിന് നീക്കി കൊടുക്കണേ അല്ലാഹ്. അതുപോലെ മദ്രസയിലെ നമ്മുടെ മദ്രസയുടെ ഭാവി പ്രവർത്തനങ്ങൾക്ക് വേണ്ടി സഹായിച്ചവർ അല്ലാഹു കുടുംബത്തിന് നീ ബറക്കത്ത് നൽകണം റഹ്മാനെ. എന്ത് ഉദ്ദേശങ്ങൾ നീ ഹലാലാതൊക്കെ നീ പൂർത്തീകരിക്കണേ അല്ലാഹ്. അതുപോലെ ഒരുപാട് ആളുകൾ പല പ്രശ്നങ്ങളും പറഞ്ഞ് ദ്വാരക്കാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട്. എല്ലാവർക്കും വേണ്ടി ഇൻഷാ അല്ലാഹ് നമുക്ക് പെട്ടെന്ന് ദുആ ചെയ്യാം. പുറത്ത് കുറേ ആൾക്കാരുണ്ടല്ലോ, പക്ഷെ അതെല്ലാവരും നുള്ളിലേക്ക് ഒരു 10 മിനിറ്റ് സമയത്ത് എല്ലാവരും പുറത്ത് കേൾക്കുന്നില്ലേ, ശബ്ദമില്ലേ? പക്ഷെ അതെല്ലാം ഒരല്പസമയം എല്ലാം പുറത്തുള്ളിലേക്ക് ദ്വാരക്കാണ് ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുത്തെ മദ്ഹുആണ് നമ്മൾ ഇത്രയും സമയം പറഞ്ഞത്. ബദരീങ്ങളെ പേര് പറഞ്ഞ മജ്ലിസാണ്, അസ്മാഉൽ ഹുസ്ന ചൊല്ലിയ മജ്ലിസാണ്, ദിക്റുകൾ ചൊല്ലിയ മജ്ലിസാണ്. എല്ലാം കൊണ്ടും പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാൻ ഏറ്റവും സാധ്യതയുള്ള മജ്ലിസാണ്. ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല കബൂൽ ചെയ്യട്ടെ. എല്ലാവരും എത്തിയാ കസാര എടുത്തോ, ഇവിടെ കണ്ട് കസാര പ്രിയ. നാളെ തങ്ങൾ വരുമ്പോ ഇതന്നെയാണ് ആദ്യത്തെ നിങ്ങൾ വിചാരിച്ചുകൊണ്ടാണ് എത്തിയിട്ടാണ്. ഭക്ഷണം വേഗം കൊടുത്തു തീർന്നാൽ നമ്മൾ ഭക്ഷണത്തിനൊന്നും ഇല്ലാത്തതുകൊണ്ട് ഭക്ഷണം കിട്ടിയാൽ പോലുമല്ല. അത് നിൽക്കണ്ട, കസര എടുക്കേണ്ടത് കസര. കഴിഞ്ഞില്ലേ? ഈ ചെറുപ്പക്കാർ ചെറിയ മക്കളുമാണ് നമ്മളെ ദുആയിന് ഏറ്റവും പ്രതീക്ഷ. ചെറുപ്പക്കാരാമീൻ പറഞ്ഞാലും അല്ലാഹു തആല തട്ടൂല, ചെറിയ മക്കളാമീൻ പറഞ്ഞാലും അല്ലാഹു തആല തട്ടൂല.
പ്രിയപ്പെട്ടവരെ, അൽഹംദുലില്ലാഹ് നമ്മുടെ ഇന്നത്തെ സംഗമത്തിൽ നമുക്ക് പ്രഭാഷണം നടത്തിയിരിക്കുന്നത് നമ്മുടെ കൂടെയുള്ള ഒരാളാണ് എന്ന് സഹോദരിമാരും പരിചയമില്ലാത്ത എല്ലാ സഹോദരന്മാരും ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ സുന്നി സെന്ററിൽ ജുമാ മസ്ജിദിലെ ഖത്തീബ് കൂടിയാണ് ഉസ്താദ് അവറുകൾ. കഴിഞ്ഞ റമദാനിന് ശേഷം നമ്മുടെ സ്ഥാപനത്തിൽ ജോലി ചെയ്തു വരികയാണ്. 360 ദിവസവും എന്ന് പറഞ്ഞാൽ തെറ്റാവുകയില്ല. മഹാനവർക്ക് വയറ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ സമയം നമ്മുടെ നാട്ടിൽ പ്രയോഗിക്കാൻ അദ്ദേഹത്തിന് കഴിയാറില്ല. ആ പ്രയാസം എപ്പോഴും നമ്മളുമായി പങ്കുവെക്കാറുണ്ട്. അല്ലാഹു തആല ഒരുപാട് കാലം ദീനീ ഖിദ്മത്തിനായി ജീവിക്കാൻ ഉസ്താദ് അവറുകൾക്കും അതനുസരിച്ച് അവരുടെ കൂടെ ഒരു അടിയാറുകളായി ജീവിക്കാൻ നമുക്കും അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ എന്ന് ഉസ്താദിനെ സദസ്സിനെ പരിചയപ്പെടുത്തി. ഒരു 3 സ്വലാത്ത് ചൊല്ലി ഇൻഷാ അല്ലാഹ് നമ്മിൽ നിന്ന് മരിച്ചുപോയ ആളുകൾക്കൊക്കെ വേണ്ടി ഹദിയ ചെയ്ത് ഇൻഷാ അല്ലാഹ് ദുആ ചെയ്യണം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം اللهم صل على محمد يا رب صل عليه وسلم. എല്ലാവരും നമുക്ക് അല്ലാഹു തആല തന്ന നിഅമത്തുകൾ മനസ്സിലേക്ക് ഇങ്ങനെ കൊണ്ടുവന്നു നമ്മളെപ്പോഴും പഠിച്ചുകൊണ്ട് പായാരം പറയലേ ഉള്ളൂ. നമുക്ക് ആ കണ്ണ് തന്നതിനും ചെവി തന്നതിനും നാവ് തന്നതിനും ബുദ്ധി തന്നതിനും ഒക്കെ ഓരോന്നിങ്ങനെ മനസ്സിൽ കരുതി ഒരു 10 അൽഹംദുലില്ലാഹ് വലത് കൈ നെഞ്ചിന്റെ ഇടതുഭാഗത്ത് വെച്ച് നമ്മൾ കണ്ണുകൾ അടച്ച് അല്ലാഹ് അൽഹംദുലില്ലാഹ് എന്നിങ്ങനെ ഒരു 10 വട്ടം പറയാം. അൽഹംദുലില്ലാഹ് 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 അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫിഉ മസീദാ يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك سبحانك لا نحصي ثناء عليك أنت كما أثنيت على نفسك فلك الحمد ولك الشكر حتى ترضى. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. أرحم الرحيم الملك الجبار രാജ സയ്യിദായ അല്ലാഹ്, സാധുക്കളായ ഞങ്ങൾ നിന്നിലേക്ക് ഉയർത്തുന്ന കരങ്ങൾ നീ സ്വീകരിക്കണം അല്ലാഹ്. അറിഞ്ഞ് അറിയാതെ രഹസ്യമായി പരസ്യമായി ചെറുത് വലുത് ഒരുപാട് തെറ്റുകൾ കുറ്റങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയിട്ടുണ്ട് അല്ലാഹ്. എല്ലാം നീ ഞങ്ങൾക്ക് മാപ്പാക്കണം അല്ലാഹ്. പടച്ചവനെ, നിന്നോടുള്ള ധിക്കാരം കൊണ്ട് ഞങ്ങൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല റഹ്മാനെ. അവസരങ്ങൾക്ക് അടിമപ്പെട്ടു വന്നതാണ് അല്ലാഹ്. നീ ഞങ്ങളെ കൈയൊടിഞ്ഞാൽ ഞങ്ങൾക്ക് ചോദിക്കാൻ മറ്റൊരു ഇലാഹില്ല അല്ലാഹ്. നീ ഞങ്ങൾക്ക് മാപ്പ് തരണം അല്ലാഹ്. നീ ഞങ്ങൾക്ക് പുറത്തു തരണം അല്ലാഹ്. പടച്ചവനെ, സാധുക്കളായ ഞങ്ങൾക്ക് മുഴുവൻ പാപങ്ങളും നീ വിട്ടുപുറത്തു മാപ്പാക്കി തരണം റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളെ മാതാപിതാക്കൾ, ഉസ്താദുമാര്, കൂട്ടുകാർ, ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവർ, ഞങ്ങളെ സ്നേഹിച്ചവര്, സഹായിച്ചവര്, ഞങ്ങൾക്ക് ഭക്ഷണം തന്നവര്, വസ്ത്രം തന്നവര്, ഞങ്ങളെ സ്ഥാപനങ്ങളെ സഹായിച്ചവര്, ഈ അടുത്ത് ഞങ്ങളോട് മരണപ്പെട്ടുപോയ CH അടക്കമുള്ള ആരെല്ലാം ഞങ്ങളെ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് ജീവിച്ചവരുണ്ട്. ഞങ്ങളെ കുടുംബങ്ങളിൽ ഭാര്യമാര്, ഭർത്താക്കന്മാർ, അമ്മോശന്മാർ, അമ്മായിമ്മമാര്, അല്ലാഹുവേ, അങ്ങനെ ആരെല്ലാം ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞുപോയി അവര് പാവങ്ങളാണ് അല്ലാഹ്. അവരൊക്കെ
കബറിലിട്ട് ശിക്ഷിക്കല്ല അല്ലാഹ്, കബറിലിട്ട് പ്രയാസപ്പെടുത്തല്ല അല്ലാഹ്. അവരെ കബർ നീ കണ്ണെത്താ ദൂരത്തേക്ക് വിശാലമാക്കണം അല്ലാഹ്. കബറിലേക്ക് സ്വർഗീയ കവാടം തുറന്നു കൊടുക്കണം അല്ലാഹ്. സ്വർഗീയമായ ഫിറാശ് വിരിച്ചു കൊടുക്കണം അല്ലാഹ്. സ്വർഗീയമായ ഉടയാടകൾ ധരിപ്പിക്കണം അല്ലാഹ്. അവസാനം അവരെയും ഞങ്ങളെയും നിന്റെ സുഖലോക സ്വർഗത്തില് നിന്റെ ഹബീബായ മുത്തായ തങ്ങളോടൊപ്പം നരകം തൊടാതെ സ്വർഗത്തിലെത്തിച്ചു തരണം അല്ലാഹ്. നരകം തൊടാതെ സ്വർഗത്തിലെത്തിച്ചു തരണം അല്ലാഹ്. പടച്ചവനെ, ഞങ്ങളിൽ വേണ്ടപ്പെട്ടവരിൽ പലരും പലവിധ രോഗങ്ങളെ കൊണ്ട് വിഷമിക്കുന്നവരാണ് അല്ലാഹ്. കാലിന് വിള്ളലുള്ളവരുണ്ട്, കാലിന്റെ എല്ലിന് തേയ്മാനമുള്ളവരുണ്ട് അല്ലാഹുവേ. മസിലുകൾക്ക് വേദനയുള്ളവരുണ്ട്, ചില സ്ഥലങ്ങളിൽ ചൊറിച്ചിൽ ബാധിച്ചവരുണ്ട്, മൂത്രത്തിൽ കല്ലുള്ളവരുണ്ട്, പഴുപ്പുള്ളവരുണ്ട്, മൂത്രസഞ്ചിക്ക് പഴുപ്പ് പിടിച്ചവരുണ്ട് അല്ലാഹ്. മൂത്രം അനിയന്ത്രിതമായി പോകുന്നു എന്ന് പറഞ്ഞ് വിഷമം പറഞ്ഞവരുണ്ട് അല്ലാഹ്. ബ്ലീഡിംഗ് കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട് അല്ലാഹ്. യാ റബ്ബ് യാ അല്ലാഹ്, നീ ശിഫ നൽകണം റഹ്മാനേ, നീ കാമിലായ ശിഫ നൽകണം അല്ലാഹ്. റബ്ബേ, ഫിസ്റ്റുല ബാധിച്ചവരുണ്ട്, അൾസർ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്, മൂലക്കുരുവിന്റെ അസുഖമുള്ളവരുണ്ട്, മറ്റുള്ളവരെ മുമ്പിൽ പറയാൻ പോലും മറക്കുന്ന, പേടിക്കുന്ന, മടിക്കുന്ന രോഗങ്ങളെ കൊണ്ട് വിഷമിക്കുന്നവരുണ്ട് അല്ലാഹ്. പടച്ചോനെ, നീ ശിഫ നൽകണം അല്ലാഹ്, നീ പ്രയാസപ്പെടുത്തല്ല അല്ലാഹ്. പടച്ചവനെ, ഷുഗർ കൊണ്ട് പ്രയാസപ്പെടുന്നവര്, കൊളസ്ട്രോൾ കൊണ്ട് പ്രയാസപ്പെടുന്നവര്, പ്രഷർ കൊണ്ട് പ്രയാസപ്പെടുന്നവര് അല്ലാഹ്, അതുപോലെ തന്നെ മറ്റു പല പല പ്രയാസങ്ങളുള്ളവരുണ്ട്. പലതും ശരീരത്തിൽ വേണ്ടത് കുറഞ്ഞും കൂടിയും നിൽക്കുന്നവരുണ്ട് അല്ലാഹ്. നീ എല്ലാം നോർമലാക്കണം അല്ലാഹ്. കിഡ്നിക്ക് കംപ്ലൈന്റ് ഉള്ളവര്, അതേ ഡയാലിസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സഹോദരി അടക്കം ഈ നാട്ടിൽ തന്നെ പലരുമുണ്ട് അല്ലാഹ്. പടച്ചവനെ, അതുപോലെ തന്നെ കിഡ്നിക്ക് പ്രശ്നമാണ്, ഡയാലിസ് ചെയ്യേണ്ടി വരുമെന്ന് ഡോക്ടർമാര് സംശയം പറഞ്ഞവര്, പ്ലേഹക്ക് പ്രയാസമുള്ളവര്, ലിവറിന് പ്രശ്നമുള്ളവര്, ഹാർട്ടിന് പ്രശ്നമുള്ളവര്, നെഞ്ചിന് വേദനയുള്ളവര്, ഗ്യാസിന്റെ പ്രശ്നമുള്ളവര് അല്ലാഹ്, നീ ശിഫ നൽകണം റഹ്മാനേ, നീ കാമിലായ ശിഫ നൽകണം അല്ലാഹ്, ആജിലായ ശിഫ നൽകണം അല്ലാഹ്. പടച്ചവനെ, കഴുത്തിന് വേദനയുള്ളവര്, തൊണ്ടക്ക് പ്രശ്നമുള്ളവര്, സംസാരത്തിൽ വിക്കുള്ളവര്, കൊഞ്ഞുള്ളവര്, നാക്കുള്ളവര്, മുച്ചുറിയുള്ളവര് അല്ലാഹ്, ജലദോഷം കൊണ്ട് പ്രയാസപ്പെടുന്നവര്, റഹ്മാനായ റബ്ബേ, ദശ ബാധിച്ചവര്, യാ റബ്ബ് യാ അല്ലാഹ്, പനിയുള്ളവര്, കണ്ണിന് വേദനയുള്ളവര്, കാഴ്ച കുറവുള്ളവര്, തലവേദന കൊണ്ട് സഹിക്കാൻ വയ്യെന്ന് സങ്കടം പറഞ്ഞവര് അല്ലാഹ്, തലകറക്കം കൊണ്ട് ധൈര്യത്തോടൊന്ന് പുറത്തിറങ്ങാൻ പോലും പേടിയുള്ളവര് പടച്ചവനെ, അപസ്മാര സംബന്ധമായ രോഗങ്ങളെ കൊണ്ട് വിഷമിക്കുന്നവര് റബ്ബേ, ചൊറി ബാധിച്ചവര്, യാ റബ്ബ് യാ അല്ലാഹ്, അലർജി സംബന്ധമായ രോഗങ്ങളുള്ളവര്, അകാല നിര ബാധിച്ചവര്, മുടി കൊഴിച്ചിൽ കൊണ്ട് പ്രയാസപ്പെടുന്നവര് അല്ലാഹ്, ചെവി വേദനയുള്ളവര്, കേൾവി കുറവുള്ളവര് റബ്ബേ, അതുപോലെ ശരീരത്തിന്റെ പല ഭാഗങ്ങളിൽ വേദനയുള്ളവര്, ആരെല്ലാം എന്തെല്ലാം രോഗങ്ങളെ കൊണ്ടാണ് വിഷമിക്കുന്നവര് എല്ലാം അറിയുന്ന അല്ലാഹ്, യാ ശാഫിയ അല്ലാഹ്, യാ കാഫിയ മുആഫിയ ദൽ ജലാലി വൽ ഇക്റാം. പടച്ചോനെ, നീ ഞങ്ങളെ മാരക രോഗങ്ങൾക്ക് അടിമപ്പെടുത്തല്ല അല്ലാഹ്, നിത്യരോഗികളാക്കല്ല അല്ലാഹ്. പടച്ചോനെ, ക്യാൻസർ എന്ന മാരകമായ രോഗം പിടിപെട്ട് ശരീരത്തിന്റെ പല ഭാഗങ്ങളിൽ പുഴുക്കളരിക്കുന്ന രോഗികളുണ്ട് അല്ലാഹ്. ശരീരഭാഗങ്ങൾ പഴുത്ത് ശരീരത്തിന്റെ പല ഭാഗങ്ങളും മുറിച്ചു മാറ്റിയവരുണ്ട് അല്ലാഹ്. ഇനിയും പഴുപ്പ് വ്യാപിക്കുന്നു എന്ന് വിഷമം പറഞ്ഞവരുണ്ട് അല്ലാഹ്. പടച്ച റബ്ബേ, നീ തന്ന ഒരു നിഅമത്തിനും ഞങ്ങൾ നന്ദി കാണിച്ചിട്ടില്ല അല്ലാഹ്. നീ തന്ന നിഅമത്തൊന്നും തിരിച്ചെടുക്കല്ല അല്ലാഹ്. ക്യാൻസർ പോലത്തെ രോഗം തരല്ല അല്ലാഹ്, തകർത്തിക്കളയല്ല അല്ലാഹ്. ഞങ്ങൾക്ക് സ്ട്രോക്ക് നൽകല്ല അല്ലാഹ്, ബ്ലോക്ക് നൽകല്ല അല്ലാഹ്. റബ്ബേ, ഞങ്ങളെ കീറിമുറിക്കുന്ന രോഗം തരല്ല അല്ലാഹ്. പടച്ച റബ്ബേ, ന്യൂമോണിയ ബാധിച്ച് ഹോസ്പിറ്റലിൽ കഴിയുന്ന ഞങ്ങളെ പ്രവർത്തകരുണ്ട് അല്ലാഹ്, നീ ശിഫ കൊടുക്കണേ അല്ലാഹ്. കാമിലായ ആജിലായ ശിഫ നൽകണം അല്ലാഹ്. പടച്ചവനെ, മരണം വരെ ഞങ്ങളെ മലവും മൂത്രവും മറ്റൊരാളെ കൈകൊണ്ട് വൃത്തിയാക്കേണ്ട രൂപത്തില് മറ്റുള്ളവര് മൂക്ക് പൊത്തിപ്പിടിച്ചു വന്ന് ഞങ്ങളെ
മലവും മൂത്രവും വൃത്തിയാക്കേണ്ട രൂപത്തിൽ ഞങ്ങളെ കിടത്തല്ല അല്ലാ, വഷളാക്കല്ല അല്ലാ, നാണം കെടുത്തല്ല അല്ലാ. ഇതൊന്ന് മരിച്ചു കിട്ടിയാലെന്ന് മറ്റുള്ളവർ ചിന്തിക്കുന്ന രൂപത്തിൽ ഞങ്ങൾ ആർക്കും ഒരു ഭാരമാക്കല്ല അല്ലാ, ഞങ്ങൾ ആർക്കും ഒരു ഭാരമാക്കി കിടത്തല്ല അല്ലാ. റബ്ബേ, മക്കളില്ലാത്തവരുണ്ട്, നല്ല റാഹത്തുള്ള മക്കളെ കൊടുക്കണേ അല്ലാ. ആൺമക്കളില്ലാത്തവർക്ക് ആൺമക്കളെ കൊടുക്കണം അല്ലാ, പെൺമക്കളില്ലാത്തവർക്ക് പെൺമക്കളെ കൊടുക്കണം അല്ലാ. നീ തന്ന മക്കളിലാണ് ഞങ്ങളെ പ്രതീക്ഷ, നീ നന്നാക്കണം അല്ലാ. ഓരോ ദിവസവും ഞങ്ങൾ പത്രദൃശ്യ ശ്രാവ്യ മാധ്യമങ്ങൾ എടുത്തു നോക്കുമ്പോൾ കേൾക്കുന്ന വാർത്തകളൊന്നും ശുഭകരമല്ല അല്ലാ. 13 വയസ്സുള്ള പെൺകുട്ടി സ്വന്തം കൂട്ടുകാർക്ക് 17ഉം 16ഉം വയസ്സുള്ള കൂട്ടുകാർക്ക് കൊട്ടേഷൻ കൊടുത്ത് വല്യച്ഛനെ ഉപ്പാപ്പയെ കൊന്നുകളഞ്ഞ വാർത്ത കേട്ടവരാണ് ഞങ്ങൾ. അല്ലാ, സ്വന്തം ഉമ്മയെ തലക്കടിച്ചു കൊന്നവരുള്ള നാടാണ് റബ്ബേ. ചെറിയ കുട്ടികൾ പോലും ഞങ്ങൾക്ക് ധൈര്യത്തോടെ കിടന്നുറങ്ങാൻ പറ്റാത്ത കാലമാണ്. അല്ലാ, അല്ലാ, ഞങ്ങളെ മക്കളെ നന്നാക്കണം അല്ലാ. കള്ളുകുടിയന്മാരിൽ പെടുത്തല്ല അല്ലാ, പെൺപിടിയന്മാരിൽ പെടുത്തല്ല അല്ലാ, മയക്കുമരുന്നിന്റെ ഉപഭോക്താക്കളിൽ പെടുത്തല്ല അല്ലാ, അതിന്റെ വിതരണക്കാരിൽ പെടുത്തല്ല അല്ലാ, അതിന്റെ പ്രചാരകരിൽ പെടുത്തല്ല അല്ലാ. നല്ല അഖ്ല് നൽകണം അല്ലാ, നല്ല ഫഹ്മ് നൽകണം അല്ലാ, നല്ല അദബ് നൽകണം അല്ലാ, നല്ല അനുസരണം നൽകണം അല്ലാ. ഞങ്ങളെ മക്കളെ പരീക്ഷകളിൽ ഉന്നത വിജയം നൽകണം അല്ലാ. നഴ്സിംഗിന് പഠിക്കുന്നവരുണ്ട് അല്ലാ, വിജയിപ്പിക്കണം അല്ലാ. SSLCക്കാരുണ്ട് അല്ലാ, നീ പൂർണ്ണ വിജയം നൽകണം അല്ലാ. +1 +2 പഠിക്കുന്നവരുണ്ട് അല്ലാ, വിജയം നൽകണം അല്ലാ. ഡിഗ്രിക്ക് പഠിക്കുന്നവരുണ്ട്, നീറ്റ് എക്സാമുകൾക്ക് അറ്റൻഡ് ചെയ്ത് കാത്തിരിക്കുന്നവരുണ്ട്, പരീക്ഷയ്ക്ക് വേണ്ടി പ്രിപ്പറേഷൻ നടക്കുന്നവരുണ്ട്, PSC ടെസ്റ്റുകൾക്ക് വേണ്ടി അധ്വാനിക്കുന്നവരുണ്ട്. അല്ലാ, അല്ലാ, നീ വിജയിപ്പിക്കണം അല്ലാ, പരാജിതരിൽ പെടുത്തല്ല അല്ലാ. പടച്ച റബ്ബേ, ഞങ്ങളെ മക്കൾക്ക് റഹ്മാനായ റബ്ബേ വിവാഹപ്രായമെത്തിയ ഒരുപാട് ആൺകുട്ടികളും പെൺകുട്ടികളുമുണ്ട്. നല്ല റാഹത്തുള്ള ഇണകളെ നൽകണം അല്ലാ. സൗന്ദര്യമില്ല, വീടില്ല, സമ്പത്തില്ല, പല കാരണങ്ങളെ കൊണ്ട് വിവാഹം മുടങ്ങി നിൽക്കുന്നവരുണ്ട്. അല്ലാ, അല്ലാ, നീ നല്ല റാഹത്തുള്ള ഇണകളെ എത്തിച്ചു കൊടുക്കണേ അല്ലാ. പല ഉപ്പമാരും ദ്വാരക്കാൻ പറയുന്നത് പെൺകുട്ടിക്ക് വിവാഹപ്രായമെത്തി സമ്മതം നൽകുന്നില്ലെന്നാണ്. അല്ലാ, സൽബുദ്ധി കൊടുക്കണേ റബ്ബേ, നല്ല ബുദ്ധി കൊടുക്കണേ അല്ലാ. ഞങ്ങളെ പെൺകുട്ടികളെ വേണ്ടാത്ത പ്രണയബന്ധങ്ങളിൽ പെടുത്തല്ല അല്ലാ, അനാവശ്യ സ്നേഹബന്ധങ്ങളിൽ പെടുത്തല്ല അല്ലാ. അപ്പേ, പണ്ട് കാലത്ത് വിവാഹം വരെയാണ് പേടിയെങ്കിൽ ഇപ്പൊ കല്യാണം കഴിഞ്ഞ് 2ഉം 3ഉം കുട്ടികളായാലും പലരെയും കൂടെ ഇറങ്ങിപ്പോകുന്ന വാർത്തകൾ ഞങ്ങൾ കാണുന്നു, കേൾക്കുന്നു. അല്ലാ, അല്ലാ, ഞങ്ങളെ മക്കളെ നന്മയിൽ സുബൂത്താക്കണേ അല്ലാ, നല്ല ഉറപ്പിച്ചു നിർത്തണം അല്ലാ. അപ്പേ, ഞങ്ങളെ പ്രവാസികളായ കൂട്ടുകാർ ഞങ്ങളെ കരണ്ട് ബില്ലിലേക്ക് സഹായിച്ചവരുണ്ട്. സ്ഥാപനമടക്കമുള്ള ഞങ്ങളെ ഒരുപാട് സ്ഥാപനങ്ങൾ സ്നേഹിക്കുന്നവരുണ്ട്. അവര് നിലത്ത് കിടന്നു ഞങ്ങളെ കട്ടിലിൽ കിടത്താറുണ്ട്. അവർ അധ്വാനിച്ചതിന്റെ നല്ലൊരു ശതമാനം നിന്റെ ദീനിന് വേണ്ടി തരാറുണ്ട്. അവരെ നീ രക്ഷിക്കണം അല്ലാ. യുദ്ധ കൊതിയന്മാരെ ശർറിൽ നിന്ന് കാക്കണം അല്ലാ. അവരെ സ്വത്തിനും അവരെ കച്ചവടങ്ങൾക്കും അവരെ ജീവനും കുടുംബത്തിനും നീ ഹിഫ്ള് നൽകണം അല്ലാ. അപകടങ്ങളിൽ പെടുത്തല്ല അല്ലാ. ആ നാടിനെ സ്വസ്ഥം നീ തിരിച്ചു നൽകണം അല്ലാ. സ്വസ്ഥത തിരിച്ചു നൽകണം അല്ലാ. അസ്വസ്ഥത നീക്കണേ അല്ലാ. യുദ്ധക്കൊതിയന്മാരെ വിറയിൽ നിന്ന് ആ നാടിനെ നീ കാക്കണം അല്ലാ. റബ്ബേ, ഗർഭിണികളായ സഹോദരിമാരുണ്ട്, നീ സുഖപ്രസവം നൽകണേ അല്ലാ. ഓപ്പറേഷൻ പോലത്തെ മശക്കത്തുകളിൽ പെടുത്തല്ല അല്ലാ. പടച്ച റബ്ബേ, സാധുക്കളായ ഞങ്ങൾക്ക് ലക്ഷങ്ങൾ കടമുണ്ട്. നിന്റെ ഖജനാവ് വിശാലമാണ്, ഞങ്ങൾ പാവങ്ങളാ. ഞങ്ങളെ കടങ്ങൾ വീട്ടി തരണം അല്ലാ. അതിനുള്ള വഴിയൊരുക്കി തരണം അല്ലാ. ഞങ്ങൾക്ക് സ്വന്തമായൊരു വീട് ഞങ്ങളുടെ സ്വപ്നമാണ്. ഒരാളെ മുമ്പിലും കൈനീട്ടാതെ ഇസ്സത്തുള്ള വീട് തരണേ അല്ലാ. നല്ല റാഹത്തുള്ള വീട് നൽകണം അല്ലാ. റബ്ബേ, ഞങ്ങൾ നിന്റെ ഹബീബിന്റെ മദ്ഹ് പറയുന്നുണ്ട്.
മരിക്കുന്നതിന് മുമ്പ് ഒരുപാട് തവണ നിന്റെ ഹബീബിനെ ഒന്ന് കാട്ടിത്തരണം അല്ലാഹ്. മരണം വരെ ഞങ്ങൾക്ക് നിന്റെ ഹബീബിനെ കാണാനുള്ള തൗഫീഖ് നൽകണം അല്ലാഹ്. പടച്ച റബ്ബേ, നിന്റെ ഹബീബിനെ ഒന്ന് കണ്ട് അവിടത്തോടൊരു സലാം പറയാനും അവിടത്തെ പുന്നാര നാവ് കൊണ്ട് സലാം പറയുന്നത് കേൾക്കാനും നീ ഞങ്ങൾക്ക് ഒരുപാട് തവണ നീ ഭാഗ്യം തരണം അല്ലാഹ്. പടച്ചവനെ, നിന്റെ ഹബീബിന്റെ മധുഹ് പറഞ്ഞ മജ്‌ലിസിലേക്ക് ദ്വാരക്കാൻ വേണ്ടി ഏൽപ്പിച്ച പലരുമുണ്ട്. 4 വയസ്സായിട്ടും സംസാരിക്കുന്നില്ലെന്ന് പറഞ്ഞ് ദ്വാരക്കാൻ ഏൽപ്പിച്ചവരുണ്ട്. അല്ലാഹ്, നിന്റെ ഹബീബ് ഉമ്മിയാണ്. ഒരു ആലിമിന്റെ ഒരു ഉസ്താദിന്റെ മുമ്പിൽ ചെന്നിരുന്നു പഠിച്ചതല്ല, ഈ ഇൽമ് നിറച്ചതല്ലേ അല്ലാഹ്. ആ മുത്തുനബിന്റെ ബർക്കത്ത് കൊണ്ട് സംസാര ശേഷി കൊടുക്കണം അല്ലാഹ്. റഹ്മാനായ റബ്ബേ, ഈ പരിപാടിക്ക് വേണ്ടി അധ്വാനിച്ചവര്, ഇതിനു വേണ്ടി പോസ്റ്റർ ഒട്ടിച്ചവര്, വീടാന്തരം കയറിയവര്, DP വെച്ചവര്, സ്റ്റാറ്റസ് വെച്ചവര്, ഇതിനെ പ്രചരിപ്പിച്ചവര്, ഫോർവേഡ് ചെയ്തവര്, അങ്ങനെ ആരെല്ലാം എങ്ങനെയെല്ലാം സഹായിച്ചിട്ടുണ്ട്. അരി നൽകിയവര്, മാംസം നൽകിയവര്, ഭക്ഷണം നൽകിയവര്, സമ്മാനം നൽകിയവര്, 1 രൂപ കൊണ്ടെങ്കിലും സഹായിച്ചവര്, ഇതിന്റെ ക്ലീനിങ്ങിന് വേണ്ടി അധ്വാനിച്ചവര്, അങ്ങനെ ആരെല്ലാം സഹായിച്ചു സഹകരിച്ചു. ഒരാളെയും ഹായിവാക്കല്ല അല്ലാഹ്. അവസാനം മരണം ഖൈറാകുമ്പോ നിന്റെ ഹബീബ് സയ്യിദുൽ വജൂദ് ത്വാഹ റസൂലുള്ളാഹ് അവിടത്തെ പുന്നാര പൂമുഖം കണ്ട് മരിക്കാനുള്ള ഭാഗ്യം തരണം അല്ലാഹ്. ഞങ്ങളെ ഈമാനൊന്ന് സലാമത്താക്കി തരണം അല്ലാഹ്. മലക്കുകൾ ഇങ്ങനെ സ്വപ്പായി ഇറങ്ങി വന്ന് സ്വർഗത്തിൽ നിന്നുള്ള പുടവ കൊണ്ട് ഞങ്ങളെ റൂഹ് ഇങ്ങനെ പൊതിഞ്ഞ്, അതേ അല്ലാ തഖാഫൂ വലാ തഹ്സനൂ വഅബ്ശിറൂ ബിൽ ജന്നത്തില്ലതി കുൻതും തൂഅദൂൻ എന്ന് പറഞ്ഞ് പേടിക്കണ്ടടാ, മുശിപ്പാകണ്ടെന്ന് പറഞ്ഞ് ഞങ്ങളെ റൂഹ് കൊണ്ടുപോകുന്ന മരണം ഞങ്ങൾക്കും നീ തരണമല്ലാഹ്. അതിനെ മജ്‌ലിസ് ഒരു കാരണമാക്കണം അല്ലാഹ്. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ആമീൻ ആമീൻ برحمتك يا أرحم الراحمين. എല്ലാവരും നിങ്ങളുടെ കയ്യിലുള്ള ഒരു സംഭാവന, അത് പൈസ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒന്ന് വന്ന് മുസാഫത്ത് ചെയ്തു. അത് നിങ്ങളെ ബർക്കത്ത് നമുക്ക് കിട്ടാനും കൂടെ വേണ്ടിയിട്ടാണ്. ഇൻഷാ അല്ലാഹ് ഭക്ഷണമൊക്കെ കയ്യിൽ പിടിച്ചോളി.